ഓക്കെ. അപ്പം ഈ കലോറിമെട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കലോറിമെട്രി എന്താ? കലോറിമെട്രി എന്ന് പറഞ്ഞേ. കലോറിമെട്രി എന്താണെന്ന് പറഞ്ഞേ. ദിവ്യക്ക് എന്താ അറിയാവുന്ന കലോറിമെട്രി? ദിവ്യ എന്താ കലോറിമെട്രി? ദിവ്യക്ക് അറിയാവുന്ന കലോറിമെട്രി എന്താ? അല്ല, കലോറിമെട്രിയെ പറ്റി എന്തറിയാം? ഇപ്പോഴും ആലോചിച്ചോണം. കലോറിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ, ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ വ്യതിയാനങ്ങളും അല്ലെങ്കിൽ ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചിനെയാണ് കലോറിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇപ്പം ഏതൊരു ഒബ്ജക്റ്റിനാണെങ്കിലും ഇന്റേണൽ എനർജി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അതിനുള്ളിലുള്ള എനർജിയാണ് ഇന്റേണൽ എനർജി. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ എനർജി നമുക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും റെസ്പിറേഷൻ വഴിയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുന്നത്. എന്നാൽ ഒരു 5-6 ദിവസം ഫുഡ് കഴിച്ചില്ലെങ്കിലും നമ്മൾ ജീവിക്കും. അതെങ്ങനെയാ? നമ്മൾ ജീവിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇന്റേണൽ എനർജി ഉണ്ട്. നമ്മൾ ഫുഡ് കഴിച്ച സാധനങ്ങൾ നമ്മുടെ പല സെല്ലിനകത്തും അല്ലെങ്കിൽ പല പല ഇതിൽ പ്രോട്ടീൻ സോഴ്സുകളായിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഫാറ്റ് സോഴ്സുകളായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പല രീതിയിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ എനർജി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താണ് ജീവിക്കും. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇന്റേണൽ എനർജിയാണ്. അതേപോലെ തന്നെ എല്ലാ ഒബ്ജക്റ്റുകളും, ഇപ്പം ഒരു ബെഞ്ച് ആയിക്കോട്ടെ, ഒരു ഡെസ്ക് ആയിക്കോട്ടെ, ഒരു പെൻ ആയിക്കോട്ടെ, ഒരു ഫാൻ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെള്ളം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഐസ് ആയിക്കോട്ടെ, ഏതൊരു കൺസെപ്റ്റ് ആണെങ്കിലും ഒരു ഇന്റേണൽ എനർജി ഉണ്ട്. അപ്പം നമ്മള് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ഇന്റേണൽ എനർജിക്ക് വ്യത്യാസം ഉണ്ടാവും. അതായത് ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ ഒരു സബ്സ്റ്റൻസ്, ഇപ്പൊ വാട്ടർ എടുക്കും. ഈ വാട്ടറിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ് ടോട്ടൽ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി മാത്രമല്ല, മോളിക്യൂൾസ് കറങ്ങുമ്പോഴും വൈബ്രേറ്റ് ചെയ്യുമ്പോഴൊക്കെയുള്ള വൈബ്രേഷൻ, റൊട്ടേഷൻ എനർജി, ഇതിന്റെ എല്ലാം സമ്മാണ് അതിന്റെ ഇന്റേണൽ എനർജി. നമ്മൾ ഈ താഴെ നിന്ന് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ആ ഹീറ്റ് എനർജി ഇത് അബ്സോർവ് ചെയ്തിട്ട് അതിന്റെ ഇന്റേണൽ എനർജി കൂട്ടും. കാരണം ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നതിന്റെ താഴെ തീയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചാടും. അപ്പൊ നിങ്ങളുടെ ഇന്റേണൽ എനർജി കൂടുന്നതുകൊണ്ട് നിങ്ങൾ ചാടുന്നത്. മനസ്സിലായോ? അപ്പം അതേപോലെ തന്നെ നമ്മൾ വെള്ളത്തെയൊക്കെ ചൂടാക്കുന്ന സമയത്ത് ഹീറ്റ് അങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് അതിന്റെ മോളിക്യൂൾസിന്റെ ഇന്റേണൽ എനർജി കൂടുകയും അങ്ങനെ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ റേസ് ആവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ കാൽക്കുലേഷന് എന്താണ്, ഒരു സബ്സ്റ്റൻസിന് എത്രത്തോളം അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റിനെ വലിച്ചെടുത്തിട്ടാണ് 1°C കൂട്ടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് നമ്മുടെ കലോറിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അതായത് ഈച്ച് സബ്സ്റ്റൻസ് ഈസ് മെയ്ഡ് ഓഫ് മോളിക്യൂൾ ഇൻ എ സബ്സ്റ്റൻസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ. മോളിക്യൂൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഈച്ച് മോളിക്യൂൾസ് എക്സെർട്ട് ഫോഴ്സ് ഓൺ ഈച്ച് അതർ. തമ്മിൽ ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നുണ്ട്. ദാസ് ദ മോളിക്യൂൾ possess kinetic energy due to the random motion and potential energy due to the molecular attractive force. ഞാൻ പറഞ്ഞു, മോളിക്യൂൾസിന് ഇപ്പൊ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ വാട്ടറിനകത്തുള്ള മോളിക്യൂൾസിന് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു ഡോട്ട് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്പം ഈ കാലോറിമെട്രിയുടെ ഡെഫിനിഷൻ ആദ്യം ഒന്ന് എഴുതിക്കോ. ഇറ്റ് ഈസ് ദ സയന്റിഫിക് process of measuring heat transfer in physical or chemical change. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഒരു ഫിസിക്കൽ ചേഞ്ചിലെയോ കെമിക്കൽ ചേഞ്ചിലെയോ ഹീറ്റ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കലോറിമെട്രി എന്ന് പറയുന്നത്. എപ്പോഴും ആലോചിച്ചോണം. ഓക്കെ ആണല്ലോ? ഇനി ഒരു ഡോട്ട് ഇട്ടിട്ട് നമുക്ക് എഴുതാം. അതായത് each substance is made up of molecules. Each substance is made up of molecules. The sum of
sum of potential energy and kinetic energy K എന്ന് എഴുതുകയാണ് kinetic energy of a molecule is called its internal energy. അടുത്ത ഡോട്ട് ഇട്ട് the total internal energy of all molecules of a substance is called its thermal energy. Thermal. ഓരോ മോളിക്യൂളിലും എന്തുണ്ട് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ഉണ്ട്. ഓരോ മോളിക്യൂളിന്റെയും പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി സമ്മിനെയാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അങ്ങനെ ആ എൻറ്റയർ ഇപ്പൊ ഒരു പാത്രത്തിനകത്ത് നമ്മൾ എൻറ്റയർ മോളിക്യൂൾസിന്റെ എന്താണ് ടോട്ടൽ എനർജിനെ ടോട്ടൽ ഇന്റേണൽ എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഒരു മോളിക്യൂളിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മിനെ നമ്മൾ ഇന്റേണൽ എനർജി എന്ന് പറയും. അങ്ങനെ എല്ലാ മോളിക്യൂൾസിന്റെയും ടോട്ടൽ ഇന്റേണൽ എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തെർമൽ എനർജി എന്ന് പറയുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചോ. ഇനി ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഹീറ്റ് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലേക്കായിരിക്കും. അപ്പൊ എപ്പോഴും ആലോചിച്ചോണം, ഹോട്ട് ബോഡിക്ക് ഇന്റേണൽ എനർജി കൂടുതലായിരിക്കും, കോൾഡ് ബോഡിക്ക് ഇന്റേണൽ എനർജി കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി which flows from a hot body to cold body when they are kept in contact ഇനി അടുത്തത് യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഈസ് ജൂൾ ആണ്. ജൂൾ മാത്രമല്ല, ഇത് SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്ന് കൊടുത്താൽ മതി. SI യൂണിറ്റ് ഓഫ് ഹീറ്റ് ജൂൾ എന്ന് പറയുന്നത്. അതർ യൂണിറ്റ്, ഈ ചാപ്റ്ററിനകത്ത് ജൂളിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് കലോറി, കിലോ കലോറി അങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ്. അപ്പം അതർ യൂണിറ്റ് ഓഫ് ഹീറ്റ് ഈസ് കലോറി. എന്നിട്ടൊരു കോമ ഇട്ട് 1 calorie is the quantity of heat energy required Okay, 1 calorie is the quantity of heat energy required to raise the temperature of 1 gram of water through 1 degree Celsius. അതായത് 1 ഗ്രാം വാട്ടറിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജിനെയാണ് നമ്മൾ 1 കലോറി എന്ന് പറയുന്നത്. ഓർത്തോണം, 1 ഗ്രാം വാട്ടർ എടുത്തിട്ട് ആ 1 ഗ്രാം വാട്ടറിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ടി എത്രത്തോളം അതിനെ ഹീറ്റ് ചെയ്യണോ അതായിരിക്കും അതിന്റെ 1 കലോറി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. വേറൊരു രീതിയിലും കൂടെ വേണമെങ്കിൽ കലോറിയെ ഓർ എന്നിട്ടിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഓർ 1 calorie is the heat energy required to raise the temperature of 1 gram of water from 14.5 degrees Celsius to 15.5 degrees Celsius. അപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ്, ഈ 14.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഒരു ബേസിക് എന്താണ്
ശരിക്കും റൂം ടെമ്പറേച്ചർ അല്ല, റൂം ടെമ്പറേച്ചറിനും താഴെയുള്ളതാണ്. 14.5 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 15.5 ഡിഗ്രി സെൽഷ്യസ് ആവാൻ വേണ്ടി എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്യണോ 1 gram ഓഫ് വാട്ടർ, അതാണ് അതിന്റെ 1 കലോറി. നിങ്ങൾ മറ്റേ മുകളിലുള്ളവരുടെ കുറച്ചുകൂടെ എന്താണ് ലോജിക്കൽ മീനിങ്, രണ്ടും സെയിം സാധനം തന്നെ, പക്ഷെ ഡിഗ്രി സെൽഷ്യസ് ഇവിടെ എടുത്ത് തന്നിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും ഒരു കാര്യം കൂടെ അവിടെ എഴുതാം. 1 കലോറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 1 കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾ ആണ്. 4.186 ആണ്, അതിനെ 4 ജൂൾ എന്ന് എഴുതാം. അതൊന്ന് ഓർത്ത് വെച്ചോളൂ, അപ്രോക്സിമേറ്റ്. ഇനി ഇവിടെ തന്നെ കിലോ കലോറി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൂടെ ഉണ്ട്. അപ്പം അതും കൂടെ എഴുതാം. 1 കിലോ കലോറി, 1 കിലോ കലോറി, 1 കിലോ കലോറി, 1 കിലോ കലോറി is the heat energy, is the heat energy required to raise the temperature of 1 kilogram of water, 1 kilogram of water from മറ്റേത് 1 gram ആണ്, ഇത് 1 kilogram, അത്ര വ്യത്യാസമുള്ളൂ. 1 kilogram of water from 14.5 degree Celsius to 15.5 degree Celsius. ഇവിടെ 1 കിലോ കലോറി എന്ന് പറയുന്നത് 4200 ജൂളാണ്. ഓക്കെ, ഇനി ടെമ്പറേച്ചറിന്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. എപ്പോഴും ആലോചിച്ചോണം, ടെമ്പറേച്ചർ ആണ് ഹീറ്റിന്റെ ഡയറക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബോഡിയുടെ ഹീറ്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ടെമ്പറേച്ചർ ആണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്പൂണ്, ഇതൊരു സ്പൂണാന്ന് വിചാരിക്കുക. ഓക്കെ, ഈ സ്പൂണിനെ ഇതൊരു പാത്രമാണ്, ഈ പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താണ്, ഇത് ഇപ്പം കറിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. താഴെ അടുപ്പ് കത്തിച്ചോണ്ടിരിക്കുകയാണ്, പുക പോവാണ്. അപ്പൊ ഈ സ്പൂൺ ഇവിടെ വെച്ചിട്ട് നമ്മൾ പോയി. ഓക്കെ, ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 90 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇവിടത്തേത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോറി, 0 ഡിഗ്രി അല്ല, ഒരു റൂം ടെമ്പറേച്ചർ കൊടുക്കാം, 25 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലേ? നമ്മളിത് വെച്ചിട്ട് പോയാൽ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ഇവിടെ ടെമ്പറേച്ചർ കൂടുതലും ഇത് ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളിടത്തുനിന്ന് കുറവ് ടെമ്പറേച്ചർ ഉള്ളിടത്തോട്ട് ഹീറ്റ് ഒഴുകും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ ഇത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഹീറ്റ് ഇങ്ങോട്ടേക്ക് ഒഴുകിയിട്ട് ഇവിടെ 90 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആക്കി മാറ്റും. മനസ്സിലായി? അല്ലെങ്കിൽ ഇവിടെ എത്രയാണോ അത്ര തന്നെ ഇവിടെ. കാരണം ഹീറ്റ് എപ്പോഴും ബോഡി അറ്റ് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ബോഡി അറ്റ് ലോവർ ടെമ്പറേച്ചറിലായിരിക്കും ഫ്ലോ ചെയ്യാം. മനസ്സിലായി? അപ്പം ടെമ്പറേച്ചർ ആണ് തീരുമാനിക്കുന്നത് ഹീറ്റ് എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യണം എന്നുള്ളത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം എനിക്ക് ഇങ്ങനെ എഴുതാം, ഒരു ഡോട്ട് ഇട്ട് എഴുതാം. ടെമ്പറേച്ചർ ഡിറ്റർമൈൻസ് determines the direction of flow of heat.
അടുത്ത ഡോട്ട് എഴുതാം. Temperature is a temperature is a parameter which tells the thermal state of a body. Thermal state എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? Degree of hotness or coldness. Degree of hotness or coldness of a body. അതാണ് thermal state. Thermal state, degree of hotness or coldness എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഓഫ് എ ബോഡി. ഇവിടെ എങ്ങനെ എഴുതിയാൽ മതി? ഒരു ബോഡി ടെമ്പറേച്ചർ, ഒരു ബോഡി കോൾഡർ ആണോ ഹോട്ടർ ആണോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ടെമ്പറേച്ചർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഒരു ഇപ്പൊ രണ്ട് ബോഡിയുടെ ടെമ്പറേച്ചർ സെയിം ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് ഹീറ്റ് എന്ത് ചെയ്യത്തില്ല, ഇപ്പുറത്തെ ബോഡിയിൽ നിന്ന് ഇപ്പുറത്തെ രണ്ട് കോണ്ടാക്റ്റിലുള്ള ബോഡിയുടെ ഹീറ്റ് സെയിം ആണോ, ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ ഹീറ്റ് എന്ത് ചെയ്യത്തില്ല, ഹീറ്റ് ഫ്ലോ നടക്കത്തില്ല. ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു സബ്സ്റ്റൻസിന്റെ ഹീറ്റിനെ തീരുമാനിക്കുന്നത് അതിന്റെ ടെമ്പറേച്ചർ മാത്രമല്ല, പല കാര്യങ്ങളും തീരുമാനിക്കും. അല്ലെങ്കിൽ ഇപ്പൊ പല ഫാക്ടറുകളും ഉണ്ട് ഒരു 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 ഹീറ്റ് കണ്ടന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതും കൂടെ നമുക്കൊന്ന് എഴുതാം. ഒരു ഡോട്ട് ഇട്ട് എഴുതാം. The amount of heat energy contained in a body depends on its mass, temperature and the material of body അതായത് ഒരു ബോഡിയുടെ ഹീറ്റ് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിന്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ആ ബോഡിയുടെ മെറ്റീരിയലിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം ആലോചിക്കുക. മെറ്റീരിയലിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് 3 രീതിയുണ്ട്. ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ അളക്കും, കെൽവിനിൽ അളക്കും, ഫാരൻ ഹീറ്റിലും അളക്കും. നിങ്ങൾക്ക് ഫാരൻ ഹീറ്റിൻ്റെത് പഠിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് എഴുതിക്കോ. യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. കെൽവിൻ അതിനെ കെ വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അതർ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസും ആൻഡ് ഫാരൻ ഹീറ്റ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഫാരൻ ഹീറ്റ്. അതിനെ നമുക്ക് ഡിഗ്രി സെൽഷ്യസും ഫാരൻ ഹീറ്റും ഇങ്ങനെയാണ്. ഓക്കെ ആണല്ലോ. ഇനി കൺവേർട്ട് ചെയ്യാം. കെൽവിനിൽ തന്നാൽ അതിനെ ഡിഗ്രി സെൽഷ്യസിലാക്കി മാറ്റാം, ഡിഗ്രി സെൽഷ്യസിൽ തന്നാൽ അതിനെ കെൽവിനിലാക്കി മാറ്റാം. അതെങ്ങനെയാണെന്ന് അറിയുമോ? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ചെയ്താൽ മതി. അതായത് ശരിക്കും 273.15 ആണ് ചെയ്യേണ്ടത്, പക്ഷെ നമുക്ക് 273 ചെയ്താലും മതി. അതായത് ഇപ്പം 25 ഡിഗ്രി സെൽഷ്യസ് ആ തരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ 273 കൂട്ടിക്കഴിഞ്ഞാൽ 298 കെൽവിൻ ആയിട്ട് മാറും. ഇത് 25 ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273 കൂട്ടിയാൽ 298 കെൽവിൻ. അതായത് ഡിഗ്രി സെൽഷ്യസിൽ തന്നിരിക്കുന്നതിന്റെ ടെമ്പറേച്ചറിന്റെ കൂടെ ഒരു 273 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആയിട്ട് മാറും. ഇത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. പിന്നെ എപ്പോഴും ആലോചിച്ചോണം, ഈ കെൽവിൻ സ്കെയിലിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. അതായത് ഇത് കെൽവിൻ സ്കെയിലാന്ന് വിചാരിക്കുക. ജസ്റ്റ് ഞാൻ ചുമ്മാ ഒരു ഇത് തരികയാണെ, ഒരു കെൽവിൻ സ്കെയില്. ഇത് ഡിഗ്രി സെൽഷ്യസ് ആണ് തരിക. ഇത് ഡിഗ്രി സെൽഷ്യസ് സ്കെയിലാന്ന് വിചാരിക്കുക. ഇത് കെൽവിൻ സ്കെയിലാന്ന് വിചാരിക്കുക. ഓക്കെ. കെൽവിൻ സ്കെയിലിലെ 4 ടെമ്പറേച്ചർ ഞാൻ കാണിക്കാം. അതായത് ഡിഗ്രി സെൽഷ്യസിൽ ഇത് 0 ഡിഗ്രി സെൽഷ്യസ്, ഇത് 25 ഡിഗ്രി സെൽഷ്യസ്, ഇത് 36 ഡിഗ്രി സെൽഷ്യസ്,
പിന്നെ 100°C ഞാൻ അങ്ങ് എടുക്കുക. ഓക്കെ ആണല്ലോ. ഈ 100°C എന്ന് പറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ആണെന്ന് നമുക്കറിയാം. ബോയിലിംഗ് പോയിന്റ് ആണ്. ഓക്കെ ആണല്ലോ. 36°C എന്ന് പറയുമ്പോൾ ബോഡി ടെമ്പറേച്ചർ. നമ്മൾ അപ്രോക്സ് ആണ് പറയുന്നത്. ബോഡി ടെമ്പറേച്ചർ ആണ്. ബോഡി ടെമ്പറേച്ചർ ആണ്. 25°C എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് റൂം ടെമ്പറേച്ചർ. അത് അപ്രോക്സ് ആണ്. റൂം ടെമ്പറേച്ചർ ആണ്. 0°C എന്ന് പറയുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് ആണ്. ആണല്ലോ. എന്നാൽ കെൽവിനും ഇതേപോലെ തന്നെ 0 ഉണ്ട്. കെൽവിന്റെ 0 കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെൽവിന്റെ 0 കെൽവിൻ, കെൽവിനിൽ 0 കെൽവിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസിൽ മൈനസ് ആയി പോകും. അതായത് ഞാൻ ഇനി താഴോട്ട് ഒന്ന് വരയ്ക്കാം. ഒരെണ്ണം കൂടെ വരയ്ക്കാമേ. ഒരെണ്ണം കൂടെ വരയ്ക്കാം. ഒരു കുറച്ചുകൂടെ താഴോട്ട് കണ്ടോ. ഇതും കൂടെ വരച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ ഇവിടെ -273°C എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഞാൻ തന്നെ ഇങ്ങനെ കൊടുക്കുകയാണ്. കണ്ടോ, ഇത് 0 കെൽവിൻ ആണ്. 0 കെൽവിൻ. 0 കെൽവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി സെൽഷ്യസിന്റെ വാല്യൂ -273. ഇതിനെ നമ്മൾ അബ്സല്യൂട്ട് 0 എന്നായിരിക്കും പറയാം. അബ്സല്യൂട്ട് 0. അബ്സല്യൂട്ട് 0. ഇനി നമുക്കറിയാം ഈ ഫ്രീസിംഗ് പോയിന്റിൽ അല്ല, ഫ്രീസിംഗ് 0°C ആ. ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273 കൂട്ടി കഴിഞ്ഞാൽ കെൽവിൻ ആവും. അപ്പൊ 0യുടെ കൂടെ 273 കൂട്ടി എഴുതി കഴിഞ്ഞാൽ കണ്ടോ, ഇത് 273 കെൽവിൻ ആണ് നമ്മുടെ ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ്. അതേപോലെ തന്നെ 25ന്റെ കൂടെ 273 കൂട്ടി കഴിഞ്ഞാൽ 298 കെൽവിൻ ആണ് നമ്മുടെ റൂം ടെമ്പറേച്ചർ. ഇത് 36. അപ്പൊ 273ന്റെ കൂടെ 36, 273, 283, 293, 308 ആയിരിക്കും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. 308 കെൽവിൻ ആയിരിക്കും കെൽവിനിലുള്ള എന്താ ബോഡി ടെമ്പറേച്ചർ. അതേപോലെ തന്നെ 100°C ആണ് ബോയിലിംഗ് ടെമ്പറേച്ചർ. അതിലൂടെ 273 കൂട്ടിയിട്ട് 373 ആയിരിക്കും നമ്മുടെ കെൽവിൻ സ്കെയിലുള്ള ബോയിലിംഗ് ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ. എപ്പോഴും ആലോചിച്ചോണം. ഈ എന്താണ് കെൽവിൻ സ്കെയിലിൽ നെഗറ്റീവ് വാല്യൂ പറ്റും, പക്ഷെ നമ്മുടെ ഇതിൽ പറ്റത്തില്ല. കെൽവിനിലല്ല, സോറി, ഡിഗ്രി സെൽഷ്യസിൽ നെഗറ്റീവ് വാല്യൂ പറ്റും, പക്ഷെ കെൽവിനിൽ കണ്ടോ ഏറ്റവും കുറഞ്ഞ വാല്യൂ 0 കെൽവിനാണ്. അത് എപ്പോഴും ആലോചിച്ചോണം. അത് വേണമെങ്കിൽ താഴോട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് വേണം എഴുതിക്കോണം. എന്താ, അതായത് നോ നെഗറ്റീവ് ടെമ്പറേച്ചർ ഈസ് പോസിബിൾ on Kelvin scale. പിന്നെ ഡിഗ്രി എന്ന് പറയുന്നത് അത് കൂടുന്നത് ഇപ്പം ഒരു ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ കെൽവിനിൽ കൂടി എന്ന് തന്നെ അർത്ഥം. അതിന് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ ആണല്ലോ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ടെമ്പറേച്ചറിനെ അല്ല ഹീറ്റ് എനർജിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് എഴുതിക്കോളൂ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് quantity of heat absorbed to increase the temperature of a body.
അപ്പൊ എപ്പോഴും ആലോചിച്ചോണം, ഞാൻ 3 ഫാക്ടറാണ് അഫക്ട് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്ന് അതിന്റെ മാസ്, രണ്ട് അതിന്റെ എന്താണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, മൂന്ന് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സബ്സ്റ്റൻസ് ഓഫ് എ ബോഡി എന്ന് പറയും. അല്ല സോറി, സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഓഫ് എ ബോഡി അല്ലേ. അതായത് സബ്സ്റ്റൻസ് അല്ല, ആ ബോഡി എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇത് മാറുന്നതിനനുസരിച്ച് അതിന്റെ ഹീറ്റിന്റെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവും വ്യത്യാസം ഉണ്ടാകും. സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ബോഡി ഇപ്പം വുഡ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അയൺ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വുഡ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അയൺ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതും, അല്ലെങ്കിൽ കോപ്പർ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഗോൾഡ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതും, ഓരോ സബ്സ്റ്റൻസും ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് 3 ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഒന്ന് ടെമ്പറേച്ചർ, അതിന് കിട്ടുന്ന ടെമ്പറേച്ചർ. രണ്ട് എന്ന് പറയുന്നത് അതിന്റെ മാസ്, ആ ഒബ്ജക്റ്റിന്റെ മാസ്. മൂന്ന് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടന്റ്, മെറ്റീരിയൽ. മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് ഇതിന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി മാറും എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാനത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഡെഫിനിഷൻ ഒന്നും ഇല്ല, എന്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഫാക്ടർ എന്താണെന്ന് തരാം 3 എന്നിട്ട് അത് എങ്ങനെയാണെന്ന് പറഞ്ഞും തരാം, പക്ഷെ ഇത് എഴുതണ്ട. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം ഇപ്പൊ ഒരു ഒബ്ജക്റ്റ്, ഇപ്പൊ ഒരു തടിയും ഇരുമ്പും എടുക്കുക. തടിയെ ഞാൻ ചൂടാക്കുക. തടി ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതും ഇരുമ്പ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതും എന്തിനെയൊക്കെ അഫക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്? ഒന്ന് അതിന്റെ മാസ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇപ്പം തടി വിട്ടിട്ട് ഞാൻ വെള്ളം എടുക്കുവാണ്. ഓക്കെ, അതായത് 1 കിലോഗ്രാം വാട്ടറിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ തടിയും ഇരുമ്പും വിട്ടിട്ട് വാട്ടർ ഓയിലും എടുക്കുവാണ്, അങ്ങനെ എടുക്കാം. ഞാൻ 1 കിലോഗ്രാം വാട്ടറിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ടി ഞാൻ സപ്ലൈ ചെയ്യേണ്ട ഹീറ്റ് ഒരു പർട്ടിക്കുലർ, എനിക്ക് കിട്ടി ഇത്ര ഹീറ്റ് കൊടുക്കണം. എന്നാൽ അതായിരിക്കത്തില്ല ആ വാട്ടർ തന്നെ ഞാൻ 2 കിലോഗ്രാം എടുക്കുമ്പോൾ. ഇപ്പം നിങ്ങൾ ഒരു ചെറിയ പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിക്കാൻ എടുക്കുന്ന അത്രയും ഹീറ്റ് തന്നെ വേണോ, അല്ലെങ്കിൽ അത്രയും ഹീറ്റ് ആണോ എന്താണ് ഒരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ, ഒരു 500 പേർക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിന് വെള്ളം വെക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട ഹീറ്റ് അല്ലെ അത് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ്? അവിടെ വെള്ളത്തിന്റെ മാസ് കൂടിയപ്പോൾ ആവശ്യമുള്ള ഹീറ്റിന്റെ അല്ലെങ്കിൽ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ വലിച്ചെടുക്കുന്ന ഹീറ്റിന്റെ അബ്സോർപ്ഷനും ഡിഫറൻസ് ഉണ്ടായി. അപ്പം കൂടുതൽ ടൈം എടുക്കും ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അതിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടി. മനസ്സിലായി? അപ്പോൾ മാസ്, 1 കിലോഗ്രാം മാസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റും, 2 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് അതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹീറ്റും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ 1 എന്ന് പറയുന്നത് മാസ് ഓഫ് ബോഡിയാണ്. അതെങ്ങനെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസ് ഓഫ് ബോഡി ഇങ്ങനെ എന്താണ് ഹീറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ Q ആണ് കേട്ടോ. Q ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M ആയിരിക്കും. അതായത് മാസ് കൂടുന്നതിനനുസരിച്ച് എന്താണ്, ഒരു ഒബ്ജക്റ്റിന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജിയും കൂടുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, രണ്ടാമത്തേത് ടെമ്പറേച്ചർ ആണ്. അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൊടുക്കുന്നതിന് പകരം ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് അറിയാമോ? ഇപ്പം സെയിം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എടുക്കുകയാണ്. അതായത് ഇപ്പം 1 കിലോഗ്രാം വെള്ളം എടുക്കുകയാണ്. 1 കിലോഗ്രാം വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജി എത്രയാ? 1 കിലോ കലോറി ആണെന്നാണല്ലോ നമ്മൾ നേരത്തെ ഡെഫിനിഷനകത്ത് പറയുന്നത്. അതായത് 1 കിലോഗ്രാം വാട്ടറിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജി നമ്മൾ 1 കിലോ കലോറി എന്ന് പറയും. എന്നാൽ 2 കിലോഗ്രാം വാട്ടറിന്റെ ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറോ, അല്ലെങ്കിൽ വേണ്ട, അത് സെയിം മാസ് തന്നെ എടുക്കാം. 1 കിലോ, അതായത് സെയിം മാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം. 1 കിലോഗ്രാം വാട്ടറിന്റെ ടെമ്പറേച്ചർ ഒരു 2 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറോ, അല്ല ഹീറ്റോ, അത് 2 കിലോ കലോറി. അത് ഉദ്ദേശിച്ചോണം, നോക്കിക്കോണം.
ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറിനെ അഫക്ട് ചെയ്യുന്നുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതായത് 1 കിലോഗ്രാം വാട്ടറിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജി എന്ന് പറയുന്നത് 1 കിലോ കലോറിയാണ്. എന്നാൽ 1 കിലോഗ്രാമിന്റെ മാസ് 2 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഹീറ്റ് കുറച്ചുകൂടെ കൂടുതലാണ്, 2 കിലോ കലോറിയാണ്. അപ്പൊ നോക്കി, അപ്പം സെയിം സബ്സ്റ്റൻസിന്റെ തന്നെ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഇതാണ് കാരണം. അതായത് ഇപ്പം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് റൈസിങ് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും. അത് ഒന്നുകൂടെ പറയാം കൺഫ്യൂഷൻ ആണ്. നോക്കിക്കോണം, 1 കിലോഗ്രാം മാസ് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ 1 കിലോ കലോറിയാണ്. എന്നാൽ അതേ സെയിം മാസിന്റെ വാട്ടറിന്റെ ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ വേണ്ടി ഉയർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ സപ്ലൈ ചെയ്യേണ്ട ഹീറ്റ് എനർജി 2 കിലോ കലോറി. അപ്പൊ ഇവിടെ നോക്കിയേ, അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി നമ്മൾ 1 കിലോ കലോറി കൂട്ടേണ്ടി വന്നു. അപ്പൊ ടെമ്പറേച്ചറും ഹീറ്റും ഇവിടെ എന്താ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ടെമ്പറേച്ചർ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഹീറ്റ് കൂട്ടണം, ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടണമെങ്കിൽ ഹീറ്റ് 1 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ മനസ്സിലായോ? അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. വേറെ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട. ഡെൽറ്റ ക്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് എഴുതിയാൽ മതി. ക്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്ന് എഴുതിയാൽ മതി. ഈ ഡെൽറ്റ ടി വരാൻ കാരണം എന്താണെന്നറിയോ? ഡെൽറ്റ ടി വരാൻ, ഇത് ടെമ്പറേച്ചർ ആണ്, ഡെൽറ്റ ടി വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അതായത് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടും, അപ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ആ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തേത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. മൂന്നാമത്തേത് അല്ലെങ്കിൽ മെറ്റീരിയൽ ഓഫ് ദ ബോഡി എഴുതിക്കോ. അതിനകത്ത് മെറ്റീരിയൽ ഓഫ് ദ ബോഡി മെറ്റീരിയൽ ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞു, വെള്ളത്തിന്റെ 1 കിലോഗ്രാം 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജി എന്ന് പറയുന്നത് 1 കിലോ കലോറിയാണ്. എന്നാൽ ഓയിൽ അതായിരിക്കത്തില്ല, ഓയിലിന് പെട്ടെന്ന് ചൂടാക്കാനുള്ള കഴിവുണ്ട്. അപ്പം എന്താണ്, അതേപോലെ ആയിരിക്കത്തില്ല മറ്റ് ഫ്ലൂയിഡ്സ്. അപ്പം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് ഹീറ്റിന്റെ റിക്വയർമെന്റ് വ്യത്യാസമാണ്. അപ്പൊ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് എന്താ അവിടുത്തെ ഇതാ. അപ്പൊ മെറ്റീരിയൽ എന്താ മാറുന്നതെന്നറിയോ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് അവിടെ വ്യത്യാസം വരുന്നത്. ഓരോ ഫ്ലൂയിഡിനും അല്ലെങ്കിൽ ഓരോ സബ്സ്റ്റൻസിനും ഓരോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. വെള്ളത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. കാരണം വെള്ളത്തിന്റെ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉയർത്താൻ നല്ല ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം. എന്നാൽ അത്ര ഹീറ്റിനെ അബ്സോർബ് ചെയ്യേണ്ട ആവശ്യമില്ല ഓയിലിന്റെ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതാം. അതായത് Q ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു C. C എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഇക്വേഷൻ 1 എന്നും ഇതിനെ ഇക്വേഷൻ 2 എന്നും ഇതിനെ ഇക്വേഷൻ 3 എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഫ്രം 1 2 ആൻഡ് 3 ഫ്രം 1 2 ആൻഡ് 3 നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? Q ഈസ് ഈക്വൽ ടു MC ഡെൽറ്റ ടി എന്ന് എഴുതാം കേട്ടോ. MC ഡെൽറ്റ ടി ഇത് പഠിച്ചാൽ മതി, ഇതിനകത്ത് വേറെ ഒന്നും പഠിക്കണ്ട. ഇത് പഠിക്കണേ, MC ഡെൽറ്റ ടി. ഇത് സ്മോൾ ടി ആണ്. ഞാൻ +1 വരുന്ന സമയത്ത് ഇത് ക്യാപിറ്റൽ ടി ആയിട്ടാണ്. ടെമ്പറേച്ചർ എപ്പോഴും ക്യാപിറ്റൽ ടി ആണ്. ഈ ICCയുടെ ഈ ടെക്സ്റ്റിനകത്ത് മാത്രമേ ഉള്ളൂ സ്മോൾ ടി ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ടെമ്പറേച്ചർ എന്നുള്ള കാര്യം അറിയിക്കാം. ഓക്കെ ആണല്ലോ? ഇനി ഹീറ്റിന്റെ ടെമ്പറേച്ചറിന് ഡിഫറൻസ് ആണ്, അത് ഞാൻ എഴുതുന്നില്ല. ഹീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ഫ്ലോസ് ഫ്രം ബോഡി അറ്റ് ഹയർ ടെമ്പറേച്ചർ ടു ബോഡി അറ്റ് ലോവർ ടെമ്പറേച്ചർ വെൻ ദേ ആർ ഇൻ കോണ്ടാക്ട്. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഈ ഹീറ്റ് ഫ്ലോയുടെ ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. SI യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്, ടെമ്പറേച്ചറിന്റെ കെൽവിനാണ്. പിന്നെ ഹീറ്റ് എന്ന് പറയുമ്പോൾ ഹീറ്റ് മെഷർ ചെയ്യുന്നത് കലോറിമെട്രി, പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി വെച്ചിട്ടാണ്. എന്നാൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് തെർമോമീറ്റർ വെച്ചിട്ടാണ്. പിന്നെന്താ, ദി എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടന്റ് ഇൻ എ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ മാസ്, ടെമ്പറേച്ചർ ആൻഡ് സബ്സ്റ്റൻസ് ഓഫ് ബോഡി. നമുക്കറിയാം ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്.
എന്നാൽ ടെമ്പറേച്ചർ ഓഫ് യുവർ ബോഡി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ കൈനറ്റിക് എനർജിയാണ്. കാരണം നമുക്കറിയാം കൂടുതൽ കൈനറ്റിക് എനർജി വന്നു കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ കൂടിയാൽ അതിന്റെ കൈനറ്റിക് എനർജി കൂടുതലാണെന്ന് അർത്ഥം. മനസ്സിലായോ? ഇനി ടു ബോഡീസ് ഹാവിംഗ് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് മേ ഡിഫർ ഇൻ ദർ ടെമ്പറേച്ചർ. ശരിയല്ലേ? അതായത് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണെന്ന് പറഞ്ഞാലും അതിന്റെ ടെമ്പറേച്ചർ ഡിഫറെന്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അതിന്റെ ടെമ്പറേച്ചർ ഡിഫറെന്റ് ആണെന്ന് പറയാൻ കാരണം ഈ ഹീറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാസിനെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്നാൽ ബോഡി രണ്ട് സെയിം ടെമ്പറേച്ചറിലുള്ള ബോഡിയുടെ എന്താണ് ഹീറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ടു ബോഡീസ് ഹാവ് സെയിം ടെമ്പറേച്ചർ മേ ഡിഫർ ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടന്റ് ചെയ്യുന്നത്. അത് പറഞ്ഞ പോലെ തന്നെ സെയിം ടെമ്പറേച്ചറിലുള്ള ബോഡി ആണെന്ന് പറഞ്ഞാലും തിരിച്ചു മറിച്ചു, അതായത് സെയിം ഹീറ്റ് കണ്ടന്റ് ആണെങ്കിലും അവരുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഫർ ആയിരിക്കും. സെയിം ടെമ്പറേച്ചർ ഉള്ള ബോഡിയുടെ ഹീറ്റ് കണ്ടന്റും ഡിഫറെന്റ് ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹീറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമല്ല, മാസിനെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും കൂടെ ഒക്കെ എന്താണ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഹീറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ ഹീറ്റ് എനർജിയുടെ കാര്യം പറയുന്നത്. ഓക്കെ ആണല്ലോ? പിന്നെ ഒരു ഡിഫറൻസ് കൂടെ പറയുന്നത്, ടു ബോഡീസ് ആർ പ്ലേസ്ഡ് ഇൻ കോണ്ടാക്ട് the total amount of heat is equal to sum of heat of individual body. മറ്റേത് when two bodies at different temperature are placed in contact, the resultant temperature is the temperature between the two temperature. ഒന്നുമില്ല, അതായത് രണ്ട് ഹീറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ രണ്ട് ബോഡി കോണ്ടാക്ട് വെച്ചിരിക്കുകയാണെങ്കിൽ the total amount of heat is equal to sum of heat of individual body. അതായത് ഇപ്പം ഈ രണ്ട് ബോഡി ഇപ്പൊ ഈ രണ്ട് ബോഡി കോണ്ടാക്ട് വെച്ചിരിക്കുക. അപ്പം ഇതിന്റെ ടോട്ടൽ ഹീറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിന്റെ ഹീറ്റും ഇതിന്റെ ഹീറ്റിന്റെയും കൂടെ സം ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന് ഒരു 2 കിലോ കലോറി ഹീറ്റ് ഉണ്ടായിരുന്നു, ഇതിന് ഒരു 1 കിലോ കലോറി ഹീറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതിനെ കോണ്ടാക്ട് വെച്ചപ്പോൾ ഇതിന്റെ ടോട്ടൽ ഹീറ്റ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടിനെ സം ആയിരിക്കും. അത്രേ ഉള്ളൂ. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറിന്റെ കേസ് എന്ന് പറയുമ്പോൾ സമയത്ത് എന്താണ്, when two bodies at different temperature are placed in contact, അതായത് ഇപ്പം ഇതൊരു ടെമ്പറേച്ചർ, ഇതൊരു 20 ഡിഗ്രി സെൽഷ്യസ്, ഇതൊരു 50 ഡിഗ്രി സെൽഷ്യസ്. ദ റിസൾട്ടന്റ് ടെമ്പറേച്ചർ ഈസ് ദ ഡിഫറൻസ് ഈസ് ദ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ടു ടെമ്പറേച്ചർ. അതായത് ഇതിന്റെയും ഇടയിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കും ഇതിന്റെ. ചിലപ്പോൾ എത്ര ഒരു 35 അല്ലെ 37 ഒക്കെ ആയിരിക്കും. ഇതിന്റെ ഇടയ്ക്കുള്ള ടെമ്പറേച്ചർ ആയിരിക്കും വരിക. മനസ്സിലായോ? അത് എപ്പോഴും ആലോചിച്ചോളൂ. അത് അതിന്റെ ഒരു വ്യത്യാസമാണ്. ഓക്കെ, അത് ഞാൻ തരുന്നില്ല, അത് നിങ്ങൾ നോക്കി പിടിച്ചാൽ മതി. ഇനിയും അടുത്തുണ്ടല്ലോ ഹീറ്റ് കപ്പാസിറ്റി അല്ലെ തെർമൽ കപ്പാസിറ്റി എന്ന് പറയും. തെർമൽ കപ്പാസിറ്റി ഓർ ഹീറ്റ് കപ്പാസിറ്റി. നേരത്തെ എന്താ പറഞ്ഞത്, ഈ കലോറിയുടെ ഡെഫിനിഷൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് heat energy required to raise the temperature of a body by 1 degree Celsius. 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ഒരു ബോഡി ടെമ്പറേച്ചർ, അത് ഇന്ന മാസം ഇത്ര മാസം ഒന്നുമില്ല. മറ്റേന്ന് പറയുമ്പോൾ 1 കിലോഗ്രാം മാസെന്നും 1 ഗ്രാം മാസെന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇന്ന മാസം ഒന്നുമില്ല, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ എത്ര ആയിക്കോട്ടെ, ഒരു കപ്പിനകത്ത് വെള്ളം എടുത്തോട്ടെ, അല്ലെങ്കിൽ ഒരു അണ്ടാവിനകത്ത് വെള്ളം എടുത്തോട്ടെ, അല്ലെങ്കിൽ ഒരു ടാങ്കിനകത്ത് വെള്ളം എടുത്തോട്ടെ, എന്ത് വേണം ആയിക്കോട്ടെ, ഏതൊരു ഇതാണെങ്കിലും അതിന്റെ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ എത്ര ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യണോ, അല്ലെങ്കിൽ അതായിരിക്കും അതിന്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് C' എന്നാണ്. C' ഈസ് ഈക്വൽ ടു ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയിരിക്കും. ഇത് എപ്പോഴും ആലോചിച്ച് വെച്ചോളൂ. പിന്നെ ഇതിന്റെ യൂണിറ്റ്, ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ ജൂൾ പെർ കെൽവിൻ ആണ്. ഇതിനെ നമ്മൾ Kelvin raised to -1 എന്നും എഴുതും കേട്ടോ. കെൽവിനെ മുകളിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ എഴുതും. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ് പറയാം, ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസും പറയാം, അല്ലെങ്കിൽ ജൂൾ ഡിഗ്രി സെൽഷ്യസ് റേസ്ഡ് ടു -1 എന്നും എഴുതാം. ഓക്കെ ആണല്ലോ? പിന്നെ അതർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് കലോറി പെർ കെൽവിനോ അല്ലെങ്കിൽ കലോറി പ്ലസ് ഡിഗ്രി സെൽഷ്യസ്നോ
അല്ലെങ്കിൽ കിലോ കലോറി പെർ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ കിലോ കലോറി പെർ കെൽവിനോ ആവാം. ഓക്കെ, അതർ യൂണിറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ എഴുതാം. ഒന്നെങ്കിൽ കലോറി പെർ ഡിഗ്രി സെൽഷ്യസ്, അതിനെ നമുക്ക് കലോറി ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1 എന്ന് എഴുതാം. അല്ലെങ്കിൽ കിലോ കലോറി പെർ ഡിഗ്രി സെൽഷ്യസ് എന്നോ അല്ലെങ്കിൽ കിലോ കലോറി ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1. കെൽവിനും പറയാം, കലോറി പെർ കെൽവിൻ ആവാം, അല്ലെങ്കിൽ കലോറി കെൽവിൻ റേസ് ടു -1 എഴുതാം, അല്ലെങ്കിൽ കിലോ കലോറി പെർ കെൽവിൻ ആവാം, അല്ലെങ്കിൽ എന്താണ് കിലോ കലോറി കെൽവിൻ റേസ് ടു -1 എഴുതാം. എങ്ങനെ വേണം. പിന്നെ ഇതും കൂടെ ഒന്ന് ആലോചിച്ച് ചോദിച്ചോണം. ഒരു കിലോ കലോറി ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1 എന്ന് പറയുന്നത് 1000 കലോറി ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1 ആയിരിക്കും. അതേപോലെ തന്നെ ഒരു കലോറി കെൽവിൻ റേസ് ടു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.2 ജൂൾ കെൽവിൻ റേസ് ടു -1 ആയിരിക്കും. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇമ്പോർട്ടൻ്റ്. ഓക്കെ, കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമ്മളിപ്പോ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എത്രയാ, സ്പെസിഫിക് ക്വാണ്ടിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എത്രയെങ്കിലും ക്വാണ്ടിറ്റിയിലുള്ള ഒരു സബ്സ്റ്റൻസ് എടുത്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ്, അതാണ്. എന്നാൽ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി പറയണം. അതായത് ഇത്ര ക്വാണ്ടിറ്റിയുടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ്, അതായിരിക്കും സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ എഴുതാം: സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ സി വെച്ചിട്ടാണ്, നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. അപ്പൊ ഇതിങ്ങനെ എഴുതാം: ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് required to raise the temperature of one അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് കണ്ടോ, ഒരു യൂണിറ്റ് മാസ്, അത് 1 കിലോഗ്രാമോ 1 ഗ്രാമോ എന്ത് വേണമോ, യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് or 1 കെൽവിൻ. അതായത് ഞാൻ പറഞ്ഞു, അതായത് നേരത്തെ സ്പെസിഫിക് ആയിരുന്നു, അതായത് ഇത്ര ഇത് എന്താണ് ടെമ്പറേച്ചർ, അതായത് ഇത്ര ക്വാണ്ടിറ്റി ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ യൂണിറ്റ് മാസ് ഉണ്ട്. യൂണിറ്റ് മാസ് ഇപ്പൊ 1 കിലോഗ്രാം ആണെങ്കിൽ 1 കിലോഗ്രാം വാട്ടറിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജി. മറ്റേന്ന് പറയുമ്പോൾ എത്രയോ ക്വാണ്ടിറ്റിയിലുള്ള എന്താണ്, അല്ലെങ്കിൽ എത്രയോ അളവിലുള്ള വാട്ടറിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജി. അപ്പൊ നേരത്തെ Q/ΔT ആയിരുന്നു നേരത്തെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ. ഇവിടെ
ഈ എന്താ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വരുമ്പോൾ Q ഡിവൈഡഡ് ബൈ M ഡെൽറ്റ ടി എന്ന് വരും. കാരണം ഇവിടെ മാസ് ടേം കൂടെ വന്നിട്ടുണ്ട്. കാരണം യൂണിറ്റ് മാസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കിലോഗ്രാം ടേം കൂടെ വരും. മറ്റേത് എന്തായിരുന്നു? മറ്റേത് എന്താണ് കലോറി, നമ്മൾ കെൽവിന് അങ്ങനെ ആ രീതിയിലായിരുന്നു. ഇത് കലോറിയും കെൽവിനും എല്ലാം കൂടെ അതിന്റെ കൂടെ കിലോഗ്രാമും കൂടെ ഒന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇതിന്റെ ജൂളാ, അതിന്റെ ജൂള് താഴെ ആരൊക്കെ വരും? താഴെ ആര് വരും? ജൂൾ പെർ മാസിന്റെ കിലോഗ്രാം ആണ്. ടെമ്പറേച്ചറിൻ്റെത് ഡിഗ്രി സെൽഷ്യസോ കെൽവിനോ ആവാം. അപ്പൊ നമുക്ക് ഡിഗ്രി സെൽഷ്യസ് കൊടുക്കാം. ഇതിനെ മുകളിൽ പോകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ജൂള് കിലോഗ്രാം റേസ് ടു -1 എന്താണ് ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1. ഇനി വേണേ കെൽവിനും എഴുതാം. കെൽവിനും എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ജൂൾ കിലോഗ്രാം റേസ് ടു -1 കെൽവിൻ റേസ്. ഡിഗ്രി സെൽഷ്യസിന് പകരം കെൽവിൻ എഴുതാം. ഇതാണ് SI യൂണിറ്റ്. ഇനി കലോറിയിൽ പറയുകയാണെങ്കിൽ, അതർ യൂണിറ്റ് പറയുകയാണെങ്കിൽ ജൂളിന് പകരം എന്താണ് നമുക്ക് കലോറി ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ കലോറി ഡിവൈഡഡ് ബൈ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും. അതിനെ നമുക്ക് എങ്ങനെ വേണം എഴുതാം? കലോറി ഗ്രാം റേസ് ടു -1 ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1. ഇനി കെൽവിന് പറയുകയാണെങ്കിൽ കലോറി ഗ്രാം റേസ് ടു -1, അതേപോലെ തന്നെ ഗ്രാമിലും കിലോഗ്രാമിലും പറയാം കേട്ടോ. അപ്പോൾ ഗ്രാം റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. ഇവിടെ കലോറി കിലോഗ്രാം റേസ് ടു -1 ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1. ഇവിടെ കലോറി കിലോഗ്രാം റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. അങ്ങനെ വരാം, ഗ്രാമിലും കിലോഗ്രാമിലും പറയാം. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ ഒന്ന് എഴുതി വെച്ചേക്കണം. ഒരു കലോറി ഗ്രാം റേസ് ടു -1 ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1 കിലോ കലോറി കിലോഗ്രാം റേസ് ടു -1 കെൽവിൻ റേസ് ടു -1 തുല്യമായിരിക്കും. which will be equal to 4.2 into 10 raised to 3 joule kilogram raised to -1 Kelvin raised to -1. ഇതിന്റെ ഒറ്റ യൂണിറ്റ് പഠിച്ചാൽ മതി കേട്ടോ. ഇത് ചുമ്മാ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കണ്ട. ഇതിന്റെ ഈ SI യൂണിറ്റ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഈ റിലേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, നേരത്തെ മുകളിലത്തെ അതേപോലെ തന്നെ. പിന്നെ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും ഹീറ്റ് കപ്പാസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് ഡിവൈഡഡ് ബൈ ഒരു മാസ് വന്നിട്ടുണ്ട്, ഹീറ്റ് കപ്പാസിറ്റിക്ക് അതില്ല. അപ്പം 1 എന്താണ് ഇങ്ങനെ ഇട്ടാൽ മതി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ കൂടെ അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റിയുടെ കൂടെ ഡിവൈഡഡ് ബൈ മാസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് മാറും അല്ലേ? ശരിയല്ലേ? കാരണം നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ എഴുതാം, റിലേഷൻ ബിറ്റ്വീൻ heat capacity and specific heat capacity. Specific heat capacity. നമുക്കറിയാം heat capacity is equal to Q divided by delta T ആണ്. Specific heat capacity small c is equal to Q divided by M delta T ആണ്. എന്താ വ്യത്യാസം? ഇതിന്റെ കൂടെ ഇവിടെ ഒരു M വന്നു കഴിഞ്ഞാൽ അത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? സ്പെസിഫിക് ഹീറ്റ് ഇതിന്റെ കൂടെ എന്താണ് C dash divided by M ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ c കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, therefore നമുക്ക് ഇങ്ങനെ എഴുതാം, സ്മോൾ c is equal to C dash divided by M. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ C dash is equal to C into M. പിന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോരുത്തിന്റെയും ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ആണ്. അതായത് ഇപ്പം വെള്ളത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിരിക്കില്ല കോപ്പറിന്റെ ആയിരിക്കത്തില്ല സിൽവറിന്റെ ആയിരിക്കത്തില്ല ഗോൾഡിന്റെ ആയിരിക്കത്തില്ല ഓയിലിന്റെ ആയിരിക്കത്തില്ല പെട്രോളിന്റെ ആയിരിക്കത്തില്ല കെറോസിൻ. അങ്ങനെ ഓരോന്നിനും ഡിഫറെന്റ് ആയിരിക്കും. അത് ഫ്ലൂയിഡ് ആണെങ്കിലും സോളിഡ് സബ്സ്റ്റൻസ് ആണെങ്കിലും എന്തായാലും. ഓക്കെ, അപ്പം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ്. കണ്ടക്ടറിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എപ്പോഴും
എന്താണ് ഗുഡ് കണ്ടക്ടറിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവും ബാഡ് കണ്ടക്ടറിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. ഒരു ഡോട്ട് ഇട്ട് എഴുതാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കഴിഞ്ഞാൽ സ്മോൾ സി എന്ന് കൊടുക്കുകയാണ്. സ്മോൾ സി ഓഫ് എ സബ്സ്റ്റൻസ് is its characteristic property. It is different for different substance. For good conductors, it has low value. For bad conductors, it has high value. ഈ ഗുഡ് കണ്ടക്ടേഴ്സിന്റെ കൂടെ വേണേൽ കോപ്പർ എന്ന് എഴുതിക്കോ, Cu. അതിന്റെ വാല്യൂ കൂടെ എഴുതിക്കോ, 0.4 ജൂൾ ഗ്രാം റേസ്റ്റ് ടു -1 കെൽവിൻ റേസ്റ്റ് ടു -1. അതേപോലെ തന്നെ ബാഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ടക്ടിവിറ്റി കുറവുള്ള വാട്ടർ. ഇപ്പൊ കോപ്പറിന് അത്രയും വാട്ടർ കണ്ടക്ട് ചെയ്തില്ല. ഓക്കെ, വാട്ടർ എടുക്കാം, H2O ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.2 ജൂൾ ഗ്രാം റേസ്റ്റ് ടു -1 കെൽവിൻ റേസ്റ്റ് ടു -1. കോപ്പർ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്, പക്ഷെ വാട്ടർ എന്ന് പറയുന്നത് ബാഡ് കണ്ടക്ടറിലെ പോർ കണ്ടക്ടർ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് അറിയാമോ? Substance with low specific heat capacity show rapid and high rise in temperature. Thus, it is better to conduct heat than the substance with high specific heat capacity which shows slow and small rise in temperature. അതും കൂടെ വേണം എഴുതിക്കോളൂ, ഒരു ഡോട്ട് എഴുതാം. The substance with low specific heat capacity shows, അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവാന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജി കുറവാന്നർത്ഥം. അതായത് പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടും, അല്ലെങ്കിൽ പെട്ടെന്ന് ഹീറ്റ് കൂടുമെന്നർത്ഥം. മനസ്സിലായോ? shows high rise in temperature. High rise in temperature. Thus, it is a better conductor of heat. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചൂടാവുന്ന ആൾക്കാരാണ്. അപ്പൊ പെട്ടെന്ന് ചൂടാവുന്ന ആൾക്കാരെ നമുക്ക് എന്താ യൂട്ടൻസിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇപ്പൊ കോപ്പറിന്റെ അടിയിലൊക്കെ നമ്മൾ എന്താണ് പാത്രത്തിനടിയിലൊക്കെ പല സ്റ്റീൽ പാത്രത്തിനടി വരെ നമ്മൾ കോപ്പർ കോട്ടിങ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റീലിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ടെമ്പറേച്ചർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവുള്ളത് കോപ്പറാണ്. അപ്പൊ കോപ്പർ നല്ല രീതിയിൽ ടെമ്പറേച്ചർ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യും. ഒത്തിരി ഫ്യൂവലിന്റെ നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം ആലോചിക്കും. ഓക്കെ, വാട്ടറിന് ഒത്തിരി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അത് കിലോഗ്രാമിൽ പറയുമ്പോഴാണ് 4.2, കിലോഗ്രാമിലാണ് പറയുന്നതെങ്കിൽ 4200 ജൂൾ കിലോഗ്രാം റേസ്റ്റ് -1 കെൽവിൻ റേസ്റ്റ് -1. രണ്ടും പഠിച്ചു വെച്ചോളൂ. അതായത് ഇത് ജൂൾ ഗ്രാമിലാണ് ഇപ്പൊ നമ്മൾ 4.2 എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കിലോഗ്രാമിൽ പറയുവാണെങ്കിൽ 4200 ജൂൾ കിലോഗ്രാം റേസ്റ്റ് -1 കെൽവിൻ റേസ്റ്റ് -1 ആണ്. ഇത് ഓർത്ത് വെച്ചോളാം.
അതേപോലെ ഹൈഡ്രജന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറയുന്നത് 14,630 ജൂൾ കിലോഗ്രാം റേസ്റ്റ് മൈനസ് 1 കെൽവിൻ റേസ്റ്റ് മൈനസ് 1 ആണ് കേട്ടോ. അതായത് ഹൈഡ്രജൻ ഹൈഡ്രജൻ എടുത്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ടി നമുക്ക് ഒത്തിരി ഹീറ്റ് എനർജി കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലാണെന്നുള്ള കാര്യം കൂടെ ആലോചിച്ചോണേ. ഓക്കെ, അടുത്തത് കലോറിമീറ്റർ എന്ന് എഴുതിക്കോ. കലോറിമീറ്റർ. കലോറിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടറിക്കൽ വെസൽ ആണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്നതും ലോസ് ചെയ്യുന്നതും അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം ഈ കലോറിമെട്രി എന്ന് പറഞ്ഞാൽ ഹീറ്റിന്റെ മെഷർമെന്റ്. അതെങ്ങനെ മെഷർ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ കലോറിമീറ്റർ എന്ന് പറയുന്ന ഒരു ഒരു ഡിവൈസ് വെച്ചിട്ടാണ് അത് മെഷർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഹീറ്റ് അബ്സോർബ് ചെയ്തതും ഹീറ്റ് ലോസ് ചെയ്തതും ഒക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് കലോറിമീറ്റർ എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പം it is a cylindrical vessel vessel which is used to measure the amount of heat gained or lost by a body when it is mixed with another body or substance. പിന്നെ അതിന്റെ ഇത് നിങ്ങൾ വരച്ച് പഠിക്കണം. അതായത് അതിന്റെ എന്തൊക്കെയുള്ള, അല്ലെങ്കിൽ അതും കൂടെ അങ്ങ് എഴുതിക്കോ. അതും കൂടെ എഴുതി അങ്ങ് തരാം. It is made up of a thin sheet of copper because രണ്ട് റീസൺ ഉണ്ട്. കോപ്പർ ഈസ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. നമ്മൾ പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കുറവാണ്. കോപ്പർ ഈസ് ഗുഡ് conductor of heat, so vessel acquires the temperature of its contents. അതേപോലെ തന്നെ അതിന്റെ രണ്ടാമത്തേത്, അതിന്റെ കോപ്പർ എന്തുകൊണ്ടാണ് അത് എന്താ തിൻ ഷീറ്റ് ആയിട്ട് അവിടെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ രണ്ടാമത്തെ റീസൺ. കോപ്പർ ഹാസ് low specific heat capacity. So the amount of heat taken by the calorimeter itself from the content is very small. അതായത് നിങ്ങൾ ഈ കലോറിമീറ്ററിനകത്ത് ഒരു സബ്സ്റ്റൻസ് എടുക്കുന്ന സമയത്ത് ആ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഈ കോപ്പർ വലിച്ചെടുക്കും. അപ്പം കോപ്പർ വലിച്ചെടുത്തിട്ട് ആ കോപ്പർ എന്ന് പറഞ്ഞാൽ കലോറിമീറ്ററിനകത്തുള്ള ഒരു ഷീറ്റാണ്. അല്ലെങ്കിൽ കലോറിമീറ്ററിനകത്ത് ഉൾഭാഗം ഈ കോപ്പർ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാവുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഹീറ്റ് കണ്ടന്റ് വലിയ രീതിയിലൊന്നും വലിച്ചെടുത്തിട്ട് വേണ്ട ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി ചെറിയ ഉപയോഗിച്ചാൽ ഇപ്പൊ അതിന്റെ റീഡിങ് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, ദി ഔട്ടർ ഇന്നർ സർഫസ് ആർ പോളിഷ്ഡ്, അതായത് പോളിഷ് ചെയ്തിട്ടുണ്ട്. അത് റേഡിയേഷൻ അവോയ്ഡ് ചെയ്യാനാണ്. ഔട്ടർ ആൻഡ് ഇന്നർ സർഫസ് ഓഫ് വെസൽ ആർ പോളിഷ്ഡ് to avoid heat loss due to radiation.
ഒരു വുഡൻ ജാക്കറ്റിനകത്താണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വുഡൻ ജാക്കറ്റിന്റെയും അതേപോലെ തന്നെ ഈ എന്താണ് കലോറിമീറ്ററിന്റെയും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഫില്ല് ചെയ്തിരിക്കുന്ന വൂൾ എന്ന് പറയുന്ന പുവർ കണ്ടക്ടർ കൊണ്ടാണ്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടക്ഷൻ, ഹീറ്റ് ലോസ് ബൈ കണ്ടക്ഷൻ ത്രൂ ഉള്ള ഹീറ്റ് ലോസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ദ സ്പേസ് ബിറ്റ്വീൻ calorimeter and the wooden jacket is filled with wool to avoid heat loss by conduction. പിന്നെ ഒരു വുഡൻ ലിഡ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. കൺവെക്ഷൻ എന്ന് പറയുന്ന ഹീറ്റ്, അത് കണ്ടക്ഷൻ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഹീറ്റ് ലോസ് 3 രീതിയിലാണ് സംഭവിക്കുന്നത്. കണ്ടക്ഷൻ ഡയറക്റ്റ് കോണ്ടാക്ട്. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തീ കായാൻ പോയിരിക്കത്തില്ലേ, അപ്പൊ ആ തീ കായുമ്പോൾ ചൂട് നമ്മളിലേക്ക് വരുന്നത് കൺവെക്ഷൻ വഴിയാണ്. പിന്നെ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സൂര്യനിൽ നിന്നുള്ള ഇതെന്ന് പറയുമ്പോൾ റേഡിയേഷൻ, അതൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇറ്റ് ഈസ് കവേർഡ് with a wooden lid to avoid heat loss by convection. ഓക്കെ ആണല്ലോ. ഈ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എപ്പോഴും പഠിച്ചോണം. ഹീറ്റ് എനർജി ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി വിൽ ബി ഈക്വൽ ടു ഹീറ്റ് എനർജി ഗെയിൻഡ് ബൈ കോൾഡ് ബോഡി. അതായത് നിങ്ങളുടെ വീട്ടില് നിങ്ങൾ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നതെങ്കിൽ ഹീറ്ററിനകത്തൊന്ന് ചൂടുവെള്ളം വീണ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അതിനകത്ത് തണുത്ത വെള്ളം ഒഴിക്കും. അപ്പം ആ ചൂടുവെള്ളം നിങ്ങൾ ആദ്യം ബക്കറ്റിനകത്ത് എടുത്ത് വെക്കുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ എന്താണ്, ചിലപ്പോൾ ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എന്താണ്, നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിന്റെ ടെമ്പറേച്ചർ കുറയും. അതെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിന്റെ ഹീറ്റ് ലോസ് ആവും, തണുത്ത വെള്ളത്തിന്റെ ഹീറ്റ് ഗെയിൻ ആവും. തണുത്ത വെള്ളം ഒഴിക്കുന്നതിന്റെ ഗെയിൻ ആവും. അപ്പം അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ കൂടിയ ഹോട്ട് ബോഡിയിൽ നിന്നും അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ നിന്നും അതിന്റെ ടെമ്പറേച്ചർ തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ ആണല്ലോ. എപ്പോഴും ആലോചിച്ചോണം പ്രിൻസിപ്പിൾ ഓഫ് കലോറിമീറ്റർ കലോറിമെട്രി. പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി പറയുന്നത് എന്താണെന്ന് അറിയുമോ? ഹീറ്റ് എനർജി ലോസ്റ്റ് ബൈ ഹോട്ട് ബോഡി ആണല്ലോ ഹീറ്റ് ലോസ്റ്റ് ആണ് മിക്സ് ചെയ്യുമ്പോൾ, ഈസ് ഈക്വൽ ടു ഹീറ്റ് എനർജി ഗെയിൻഡ് ബൈ കോൾഡ് ബോഡി. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. ഇത് പഠിച്ചോണം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നോക്കിക്കോണേ. എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അതിന്റെ മാസ് എന്ന് പറയുന്നത് m1 ആണ്. അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് C1 ആണ്. ഇനി അതിന്റെ ടെമ്പറേച്ചർ, അത് ഹോട്ട് ബോഡിയാണ്. എ എന്ന് പറയുന്നത് ഒരു ഹോട്ട് ബോഡിയാണ്. അപ്പം അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടത്തെ ഹീറ്റ് കണ്ടന്റ് എത്ര ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഹീറ്റ് കണ്ടന്റ് Q ഈസിക്കൽ എത്രയാ? M1 C1 T1 ആണല്ലോ. ഓക്കെ, ഇത് റൈസിംഗ് ടെമ്പറേച്ചർ ആണ് ഇത്. അപ്പൊ നമുക്ക് നോക്കാം. ഇനി അതേപോലെ തന്നെ സബ്സ്റ്റൻസ് ബി, ഇവിടെ ഹോട്ട് ബോഡിയാണ്, അപ്പൊ T1 കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ സബ്സ്റ്റൻസ് ബി എന്ന് പറയുന്നത് വേറൊരു സബ്സ്റ്റൻസ് ആണ്. അത് ഒരു കോൾഡ് ബോഡിയാണ്.
എങ്കിൽ നോക്കിയോ, അതിന്റെ മാസ് എന്ന് പറയുന്നത് m2, അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് C2 ആണ്. അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? T2 ആണ്. ഓക്കെ ആണല്ലോ. ഇത് ഇങ്ങനെ എഴുതണ്ട, ഇതിങ്ങനെ എഴുതുന്നതിന് മുമ്പ് അപ്പൊ ഇവിടെ നോക്കിയോളൂ, ഇങ്ങനെ നോക്കിയോളൂ. ഇവിടെ T2 അല്ലെങ്കിൽ T1 ഗ്രേറ്റർ ദാൻ T2 ആണ്. കാരണം ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ കോൾഡ് ബോഡിയുടെ ടെമ്പറേച്ചറിനെക്കാട്ടും കൂടുതലായിരിക്കുമല്ലോ. അപ്പം ഈ ഹോട്ട് ബോഡിയുടെ അകത്ത് കോൾഡ് ബോഡി ആഡ് ചെയ്യുന്ന സമയത്ത് ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ കുറയത്തില്ലേ? ഈ T1 കുറയത്തില്ലേ? ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇതിന്റെ ടെമ്പറേച്ചർ കൂടത്തില്ലേ? T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ കൂടത്തില്ലേ? ഓക്കെ. അപ്പം നോക്കിക്കോളൂ. അപ്പം ഇപ്പം ഈ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് T1 ഗ്രേറ്റർ ദാൻ T2 ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ടെമ്പറേച്ചർ ആഫ്റ്റർ മിക്സിംഗ് ഫൈനൽ ടെമ്പറേച്ചർ എന്തായിട്ട് മാറിയെന്നറിയോ? ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ടെമ്പറേച്ചർ T ആയിട്ട് മാറിയെങ്കിൽ ഉറപ്പായിട്ടും T1-നെക്കാട്ടിലും കുറവായിരിക്കും ആ T എന്ന് പറയുന്നത്, T2-നെക്കാട്ടിലും കൂടുതലുമായിരിക്കും. കാരണം എന്താ? ടെമ്പറേച്ചറിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഇതൊരു 20 ഡിഗ്രി സെൽഷ്യസും ഇതൊരു 50 ഡിഗ്രി സെൽഷ്യസും ആണെങ്കിൽ ഇത് രണ്ടും കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ടെമ്പറേച്ചറിന്റെ ഇടയിലുള്ള ടെമ്പറേച്ചറേ ആവുള്ളൂ. അപ്പം അത് 20യെക്കാട്ടിലും കൂടുതലായിരിക്കും, 50യെക്കാട്ടിലും കുറവായിരിക്കും. മനസ്സിലായോ? അപ്പം അത് ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് റിസൾട്ടിങ് ടെമ്പറേച്ചർ T ആണ്. അങ്ങനെയാണെങ്കിൽ fall in temperature of hot body എന്താ? എത്ര കുറഞ്ഞു എങ്ങനെ കണ്ടുപിടിക്കും? അവിടുത്തെ T1 മൈനസ് T ആണല്ലോ. അപ്പം മറ്റേന്റെയോ? റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡി റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡി അത് എത്രയാണ്? അത് ഏതാ കൂടുതൽ? T ആണ്. അപ്പോൾ T മൈനസ് T2 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഹീറ്റ് എനർജി ഇത് എഴുതാം. പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഹീറ്റ് എനർജി ലോസ്റ്റ്, അതായത് ഹീറ്റ് എനർജി ലോസ്റ്റ് ബൈ ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു ഹീറ്റ് എനർജി ഗെയിൻഡ് ബൈ കോൾഡ് ബോഡി. അപ്പൊ നമുക്കറിയാം ഹീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ mCT, അതായത് mC1. T എഴുതുന്നതിന് പകരം ഇവിടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എഴുതുന്നതിന് പകരം നമുക്ക് എന്താ എഴുതാം? ഹോട്ട് ബോഡി ലോസ്റ്റ് ചെയ്ത ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ T1 മൈനസ് T ആണ്. ഓക്കെ ആണല്ലോ. വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു m2C2. ഇത് ഗെയിൻ ചെയ്ത ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എത്ര? T മൈനസ് T2 ആണ്. കേട്ടോ, ഇതായിരിക്കും എന്റെ. അതായത് നിങ്ങൾ എന്താണ് മിക്സി, അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചൂട് പാലിനകത്തോട്ട് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കുക. അതായത് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്, നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചെന്ന് വിചാരിച്ചു. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്കറിയാം ചൂട് പാലാകുമ്പോൾ അതിന്റെ മാസ് M1, അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി C1, അതിന്റെ ടെമ്പറേച്ചർ T1. ഓക്കെ ആണല്ലോ. തണുത്ത വെള്ളം എടുക്കണം, അതിന്റെ മാസ് M2, അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി C2, അതിന്റെ ടെമ്പറേച്ചർ T2. ഓക്കെ. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം T1 എന്ന് പറയുന്ന പാലിന്റെ ടെമ്പറേച്ചർ കുറയും, T2 എന്ന് പറയുന്ന വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടും. ഇത് കുറഞ്ഞും ഇത് കൂടിയും ഒരു പെർട്ടിക്കുലർ മിക്സ് ചെയ്യുമ്പോൾ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ. അതായത് ഇതിനായിട്ട് ഈക്വൽ അല്ലായിരിക്കും. ഇത് ഈ T1-ഉമായിട്ടും T2-ആയിട്ടും ഈക്വൽ അല്ലായിരിക്കും. T1-നെക്കാളും കുറവായിരിക്കും, T2-നെക്കാളും കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം എന്താണ്? അപ്പൊ അവിടെ എത്ര കുറഞ്ഞു? പാലിന്റെ ടെമ്പറേച്ചർ എത്ര കുറഞ്ഞു? അതായത് T1 നിന്ന് T ആയി. അപ്പൊ എത്ര കുറഞ്ഞു എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഏതാ? T1 ആയിരുന്നു. അപ്പൊ T1 മൈനസ് T ചെയ്താൽ മതി. വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടിയല്ലോ, കൂടിയിട്ട് T ആയി. അപ്പൊ അവിടെ എത്ര കൂടിയെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കൂടിയത് T ആണ്, T മൈനസ് അതിന്റെ ടെമ്പറേച്ചർ T2. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് നമുക്ക്. പിന്നെ അതേപോലെ തന്നെ ഇനി നാച്ചുറൽ ഫിനോമിനോൺസ് ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടറിന്റെ കുറച്ച് നാച്ചുറൽ കോൺസിക്വൻസസ് ആ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ക്ലൈമറ്റ് നിയർ ദ സീഷോർ ഈസ് മോഡറേറ്റ് ആയിരിക്കും. അതെന്താണെന്ന് അറിയാമോ? അതെന്തുകൊണ്ടാണ് ചോദിച്ചു? മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡറേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? മോഡറേറ്റ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി ചൂടുമല്ല ഒത്തിരി തണുപ്പുമല്ല എന്നുള്ളൊരു രീതിയാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്കറിയാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ വളരെ കൂടുതലാണ്. അതായത് 4200
ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ ആണ് അതിന്റെ വാല്യൂ ആണല്ലോ. അതായത് സാൻഡിനെക്കാട്ടിലും ഒരു 5 മടങ്ങ് കൂടുതലായിരിക്കും ആ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതിനർത്ഥം വാട്ടർ പെട്ടെന്ന് ചൂടാവത്തില്ല, സാൻഡ് പെട്ടെന്ന് ചൂടാവുന്നതാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം സാൻഡ് പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. പക്ഷെ വെള്ളം പെട്ടെന്ന് ചൂടാവുകയും ചെയ്യത്തില്ല, പെട്ടെന്ന് തണുക്കുകയും ചെയ്യത്തില്ല. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ എന്താണെന്ന് അറിയാമോ? ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്. ഇത് കടലാണ്, ഇത് കരയാണ്. ഓക്കെ, ഇത് കടല്, ഇത് കര. അപ്പം ഇത് കരയില് പകൽ സമയത്ത് എന്താണെന്നറിയാമോ? പകൽ സമയത്ത് കര ഈ സാൻഡ് പെട്ടെന്ന് ചൂടാവും. സാൻഡ് പെട്ടെന്ന് ചൂടാവും. വെള്ളം ചൂടാവോ? ഇല്ല, വെള്ളത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. സാൻഡ് ചൂടാവുന്നതുകൊണ്ട് സാൻഡിന്റെ തൊട്ട് ചേർന്നിരിക്കുന്ന എയർ മോളിക്യൂൾസ് ചൂടായി. ചാൾസ് ലോ വെച്ചിട്ട് ചൂടാകുന്ന സമയത്ത് വോളിയം കൂടി എക്സ്പാൻഡ് ചെയ്ത് അതിന്റെ ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഉണ്ടായിട്ട് ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. ഡെൻസിറ്റി കുറയും, അല്ലെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞ് എന്ത് ചെയ്യും? ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് താഴെ നിൽക്കാൻ പറ്റത്തില്ല. മുകളിലുള്ള ലെയറിന് അതിനേക്കാളും കൂടുതൽ ഡെൻസിറ്റി ആയതുകൊണ്ട് ഡെൻസിറ്റി കുറവുള്ള സാധനം ഇവിടെ നിന്ന് പറന്ന് മുകളിൽ പോകും. അപ്പം ഈ ഭാഗത്ത് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? ഇവിടെ പ്രഷർ കുറഞ്ഞ റീജിയൻ ഉണ്ടാവും, ഇവിടെ പ്രഷർ കൂടിയ റീജിയൻ ആണ് വെള്ളത്തിന്റെ മണ്ടയ്ക്ക്. അപ്പൊ പ്രഷർ കൂടിയ റീജിയനിൽ നിന്ന് പ്രഷർ കുറഞ്ഞ റീജിയനിലേക്ക് കാറ്റടിക്കും. മനസ്സിലായി? അതുകൊണ്ടാണ് കടൽ തീരത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല കാറ്റ് അനുഭവപ്പെടാൻ കാരണം ഇതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് ഈ പറഞ്ഞ വാട്ടറിന്റെ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും സാൻഡിന്റെ ലോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് അതിന്റെ കാരണം. അത് സീ ബ്രീസും ലാൻഡ് ബ്രീസും ഉണ്ടാക്കുന്നു. അതായത് ഇതിപ്പോ നമ്മൾ പറഞ്ഞ സീ ബ്രീസ് രാത്രിയിലാകുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ? ഈ സാൻഡ് പെട്ടെന്ന് എന്ത് ചെയ്യും? കൂളാവും. പെട്ടെന്ന് കൂളാകുന്ന സമയത്ത് എന്താണ്, വെള്ളത്തിന് അത്രയും കൂളാകത്തില്ല, സാൻഡ് ആണ് പെട്ടെന്ന് കൂളാകുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ്, വെള്ളത്തിന്റെ മണ്ടയ്ക്കുള്ള എയർ ലെയേഴ്സ് എന്ത് ചെയ്യും? ചൂടാവുകയും അവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഹൈ പ്രഷർ റീജിയൻ ആകുമ്പോൾ എന്താണ്, കരയെന്ന് കടലിലേക്ക് കാറ്റടിക്കും. അത് എന്താ? ലാൻഡ് ബ്രീസ് എന്നും പറയും. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത്തേത് ഹോട്ട് എന്താണ്, വാട്ടർ ബോട്ടിൽസ്. ഒരു സെക്കൻഡ്. ഹോട്ട് വാട്ടർ ബോട്ടിൽസ് ആർ യൂസ്ഡ് ഫോർ ഫെർമെന്റേഷൻ. അതായത് ഹോട്ട് വാട്ടർ ബോട്ടിൽസ് ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആവി പിടിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു വാട്ടർ, ഇപ്പം നിങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ആവി പിടിച്ചു. ആവി പിടിക്കാൻ നിങ്ങൾ വെള്ളം നിങ്ങൾ പുട്ടൂറ്റിക്കകത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആവി പിടിക്കുന്നത് പഴയ രീതി വെച്ചിട്ട്. അല്ലെ ചെറിയ വാവട്ടമുള്ള ചെറിയ പാത്രത്തിനകത്തായിരിക്കും ആവി പിടിക്കുന്നത്. അതെന്തുകൊണ്ടാ? വെള്ളം തിളപ്പിച്ചിട്ട് നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് തണുക്കുമെങ്കിൽ നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആവി പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല. വെള്ളത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലായതുകൊണ്ട് അത് ചൂടാകുന്നതിന് ഒത്തിരി സമയം എടുക്കും, അത് തിരിച്ചാറുന്നതിന് ഒത്തിരി സമയം എടുക്കും. അപ്പൊ ആറുന്നത് വരെയുള്ള സമയം നമുക്ക് അതിനെ എന്ത് ചെയ്യും? അതിന്റെ ആവി കൊള്ളാൻ പറ്റും. അതാണ് അതിന്റെ റീസൺ. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ വാട്ടർ ഈസ് യൂസ്ഡ് ആസ് എഫക്റ്റീവ് കൂളന്റ്. അതെന്താണെന്ന് അറിയാമോ? വാട്ടറിനെ കൂളന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. വാട്ടർ പെട്ടെന്ന് ചൂടാവത്തില്ല. ഇപ്പം പണ്ടൊക്കെ റേഡിയേറ്ററിനകത്ത് കൂളന്റ് ഒഴിക്കുന്നതിന് പകരം നമ്മൾ പച്ച വെള്ളമാണ്, ഇപ്പൊ ആറിന്റെ തീരത്തോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ദൂര യാത്രക്കൊക്കെ പോകുമ്പോൾ റേഡിയേറ്ററിൽ നിന്ന് പുക വരുമ്പോൾ നമ്മൾ വെള്ളം കോരിയാണ് ഒഴിക്കുന്നത്. എന്താ അറിയോ? ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ റേഡിയേറ്ററിലെ ചൂട് ഫുള്ള് ഈ വാട്ടർ അബ്സോർബ് ചെയ്യും. അപ്പം റേഡിയേറ്ററിന്റെ ചൂട് കുറയും, വാട്ടറിന്റെ ചൂട് കൂടും. പക്ഷെ വാട്ടറിന്റെ ചൂട് അങ്ങനെ പെട്ടെന്ന് കൂടത്തില്ല. കാരണം എന്താ? അതിന് നല്ല ഹീറ്റ് കിട്ടിയാൽ മാത്രമേ വാട്ടറിന്റെ ചൂട് കൂടത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യും? വാട്ടർ അതിനെ അബ്സോർബ് ചെയ്യും. അപ്പൊ ആ റേഡിയേറ്ററിന്റെ ചൂട് കുറയും. അതാണ് അതിന്റെ എഫക്റ്റീവ് കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് പറയുന്നത്. പിന്നെ ഇൻ കോൾഡ് കൺട്രീസ് വാട്ടർ ഈസ് യൂസ്ഡ് ആസ് എ ഹീറ്റ് റിസർവോയർ ഫോർ വൈൻ ആൻഡ് ജ്യൂസ് ബോട്ടിൽ ടു അവോയ്ഡ് ദെയർ ഫ്രീസിങ്. അതായത് ഇപ്പം തണുപ്പുള്ള രാജ്യങ്ങളിൽ ഈ മുന്തിരി ജ്യൂസും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ ചുമ്മാ ഒരു ടേബിളിന്റെ മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ഐസ് ആവും. അപ്പൊ അത് എന്ത് ചെയ്യുന്നറിയോ? വെള്ളത്തിനടി സൂക്ഷിക്കും. വെള്ളത്തിനടി സൂക്ഷിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വെള്ളത്തിന്റെ മുകളിലത്തെ ഭാഗം മാത്രമേ കട്ടയാവത്തുള്ളൂ, താഴോട്ട് കട്ടയാവത്തില്ല. അപ്പൊ വെള്ളത്തിനടി സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്താ? ഇതും കട്ടയാവാതെ നിൽക്കും. അതാണ് അതിന്റെ കാരണം. കാരണം വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. ചൂടാകാനും ഒത്തിരി സമയം എടുക്കും, തണുക്കാനും ഒത്തിരി സമയം എടുക്കും. ഓക്കെ ആണല്ലോ. ഇനി ഫാർമർ ഫിൽ ദെയർ ഫീൽഡ് വിത്ത് വാട്ടർ ടു പ്രൊട്ടക്ട് ദ ക്രോപ്സ് ഫ്രം ഫ്രോസ്റ്റ്. അതെന്താണെന്ന് അറിയാമോ? നമുക്കറിയാം ചെടിയുടെ അകത്തൊക്കെ വാട്ടർ കണ്ടന്റ്. സാധാരണഗതിയിൽ നല്ല കോൾഡ് കൺട്രീസിൽ എന്ത് സംഭവിക്കുന്ന അറിയോ? നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെടി അങ്ങ് ഫ്രോസ്റ്റ് ആയി പോകും. ചെടി ഫ്രോസ്റ്റ് ആയി പോകുന്ന പറയുമ്പോൾ ചെടി അങ്ങ് ഐസ് കട്ടായി പോകും. കാരണം എന്താ? ചെടിക്കകത്ത് വെള്ളമാണ്,
എന്താണ് ടാപ്പാണ്, കറയാണ്, ഇതെല്ലാം വാട്ടർ കണ്ടന്റ് ഫ്ലൂയിഡാ. ഇതെല്ലാം എന്ത് ചെയ്യും? ഇതെല്ലാം തണുത്ത് കട്ടയായി പോയിട്ട് നമ്മൾ ഒരു എന്താണ് ചൂരൽ വടി എടുത്ത് ചൂരൽ വടിയുടെ ഒരു ഇതിലായിട്ട് മാറും, നല്ല എന്താണ് കട്ടിയായിട്ട് മാറും ഈ ചെടികളെല്ലാം. സ്മോൾ ഈവൻ പോച്ച വരെ അങ്ങനെയായി മാറും. മനസ്സിലായോ? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന അറിയാമോ? ഇവര് വെള്ളം ഒഴിച്ചിടും. നമുക്കറിയാം വെള്ളം ഒഴിച്ച് നിറച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്. വെള്ളം പെട്ടെന്ന് ചൂടാകത്തില്ല, പെട്ടെന്ന് തണുക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ആ ഐസ് ആ വാട്ടർ നമ്മുടെ ചെടിക്കകത്തുള്ള വാട്ടർ കണ്ടന്റ് ഒന്നും ഐസ് ആൻഡ് ഫ്രോസ്റ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് പിന്നെ എന്താ ആവശ്യം കഴിയുമ്പോഴത്തേക്കും തണുപ്പ് കാലം കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്താൽ മതി? ഈ വെള്ളം മാറ്റിയാൽ മതി, വെള്ളം എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ വളർച്ച കൃത്യമായിട്ട് എന്ത് ചെയ്യും? വളർച്ച അഫക്ട് ചെയ്യത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഓൾ പ്ലാന്റ് ആൻഡ് അനിമൽ ഹാവിംഗ് ഹൈ കണ്ടന്റ് ഓഫ് വാട്ടർ ഇൻ ദെയർ ബോഡീസ്. അതായത് all plants and animals have nearly 80 to 90% of water in their bodies. This water, because of its specific heat capacity, help to maintain same temperature of our body. അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ സറൗണ്ടിങ് ടെമ്പറേച്ചർ കൂടിയാലും സറൗണ്ടിങ് ടെമ്പറേച്ചർ കുറഞ്ഞാലും ഒക്കെ നമ്മുടെ ബോഡിയെ ഹീറ്റഡ് ആയിട്ട് നിർത്തുന്നതിന് കാരണം നമ്മുടെ ശരീരത്തിനകത്ത് 70% വെള്ളം ആയതുകൊണ്ടാണ്. കാരണം പെട്ടെന്ന് ചൂടാവുമ്പം നമ്മുടെ ബോഡി, അതായത് ഇപ്പൊ 36 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഒരു 40 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ നമ്മുടെ ബോഡി 40 ഡിഗ്രി സെൽഷ്യസ് ആവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും തട്ടിപ്പോയേനെ. അല്ലെങ്കിൽ -ഡിഗ്രി സെൽഷ്യസ് വരുന്ന സമയത്ത് നമ്മുടെ ബോഡിക്കകത്തെ ടെമ്പറേച്ചർ മൈനസിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തട്ടിപ്പോയേനെ. അപ്പൊ ഇത് സറൗണ്ടിങ് ടെമ്പറേച്ചർ കുറഞ്ഞാലും നമ്മുടെ ശരീരത്തിനകത്ത് വാട്ടർ ഉള്ളതുകൊണ്ട് തന്നെ, വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തണുക്കത്തില്ല. അപ്പൊ അത് ടെമ്പറേച്ചർ എന്ത് ചെയ്യും? റൂം ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അല്ലെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? പിന്നെ എന്താണ് സം എക്സാമ്പിൾസ് ഓഫ് ഹൈ ആൻഡ് ലോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ കുക്കിംഗ് പാനിന്റെ ബേസ് നല്ല തിക്കായിട്ട് ഉണ്ടാക്കും. തിക്കായിട്ട് ഉണ്ടാക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ത് ചെയ്യും? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അവിടെ എന്താണ് തിക്കായിട്ട് ഇതായി കഴിഞ്ഞാൽ കൂടുകയും എന്ന് പറയുമ്പോൾ അത് പെതുക്കെ എന്ത് ചെയ്യത്തുള്ളൂ? ചൂടാകത്തുള്ളൂ. പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോട് ചോദിച്ചാൽ മതി. എന്താണ് തിക്നെസ് കുറവുള്ള ഒരു ചീനച്ചട്ടി എടുത്ത് നിങ്ങൾ അടുപ്പ വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുക്ക് ചെയ്യുന്ന സാധനം കരിഞ്ഞു പോകും. തിക്നെസ് കുറവാണ്. എന്നാൽ നല്ല കട്ടിയുള്ള നല്ല ഒരു 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 എന്താണ് ഒരു എന്താ പറയാ, നിങ്ങൾക്കറിയാലോ ഇപ്പൊ ചീനച്ചട്ടിയൊക്കെ കട്ടിയുള്ള ഇരുമ്പിന്റെ ഒക്കെ നിങ്ങൾ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യത്തില്ല? അത് പെതുക്കെ ചൂടാകത്തുള്ളൂ. അതിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അത് പെതുക്കെ ചൂടാകത്തുള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് വെക്കുന്ന സാധനത്തിന് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ കിട്ടും. പിന്നെ അതേപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു, നമ്മൾ ഹീറ്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് കലോറിമീറ്റർ ആണ്. ആ കലോറിമീറ്ററിന്റെ ഉൾഭാഗം നമ്മൾ കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ രണ്ട് ഗുണങ്ങളുണ്ട്. അത് പറഞ്ഞല്ലോ. എന്താ അതിന് എന്താണ് പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടത്തില്ല, പെട്ടെന്ന് ടെമ്പറേച്ചർ കുറയത്തുമില്ല. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ലോ ആയതുകൊണ്ട് തന്നെ എന്താ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടന്റ് അതേ ടെമ്പറേച്ചർ വളരെ കുറച്ച് അത് വലിച്ചെടുക്കത്തുള്ളൂ. പിന്നെ കണ്ടക്ഷൻ കൺവെക്ഷൻ ഒക്കെ എന്ത് ചെയ്യും? അത് കുറയ്ക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ അവിടെ പറഞ്ഞത്, അല്ലേ? അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അത്രേ ഉള്ളൂ. ഇനി ഒരൊറ്റ ടോപ്പിക് കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. നമുക്കത് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകും. ഒരു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. അതെന്താണെന്ന് അറിയാമോ? ചേഞ്ച് ഓഫ് ഫേസ്. കാരണം ഞാൻ ഇന്നങ്ങ് തീർക്കാണ് ഇത്. കാരണം എനിക്ക് അടുത്ത ക്ലാസ് ഇല്ല, അതുകൊണ്ട് തീർക്കാണ്. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ? ആരും ലെഫ്റ്റ് ആയിട്ടില്ലല്ലോ? ഞാനൊരു 10 മിനിറ്റും കൊണ്ട് ഞാനത് തീർത്തു തരാം. ആരൊക്കെ ഉണ്ടോ? 2 പേരേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഓക്കെ, ഈ ചേഞ്ച് ഓഫ് ഫേസ് ഓക്കെ, ഞാൻ ആ ചേഞ്ച് ഓഫ് ഫേസും കൂടെ അങ്ങ് പഠിപ്പിച്ചു തരാമേ. പെട്ടെന്ന് നോക്കിക്കോളൂ. എഴുതിക്കോ. ചേഞ്ച് ഓഫ് ഫേസ്, ചേഞ്ച് ഓഫ് ഫേസ്, ചേഞ്ച് ഓഫ് ഫേസ് ആൻഡ് ലാറ്റന്റ് ഹീറ്റ്. ലാറ്റന്റ് ഹീറ്റ്. ചേഞ്ച് ഓഫ് ഫേസിനകത്ത് പഠിക്കാനൊന്നുമില്ല. നമുക്ക് ശരിക്കും മാറ്റർ 3 സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പം ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിലോട്ട് പോകുന്ന സമയത്ത് അതിനെ ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇത് വരയ്ക്കാം, നോക്കിക്കോളൂ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് സോളിഡ്, ഇത് ലിക്വിഡ്, ഇത് ഗ്യാസ്. സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകുന്നതിനെ നമ്മൾ എന്തെന്ന് പറയാന്നറിയോ? മെൽറ്റിംഗ് എന്ന് പറയും. മെൽറ്റിംഗ് എന്ന് പറയും. ലിക്വിഡിനെ സോളിഡ് ആക്കി കഴിഞ്ഞാൽ അത് ഫ്രീസിങ് എന്ന് പറയും. ഫ്രീസിങ് എന്ന് പറയും. സോ ലിക്വിഡിനെ ഗ്യാസ് ആക്കിയാൽ വേപ്പറൈസേഷൻ എന്ന് പറയും. വേപ്പറൈസേഷൻ എന്ന് പറയും. അതേപോലെ തന്നെ ഗ്യാസിനെ ലിക്വിഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടൻസേഷൻ എന്ന് പറയും.
കണ്ടൻസേഷൻ എന്ന് പറയും. അതേപോലെ തന്നെ സോളിഡിനെ ഗ്യാസ് ആക്കിയാൽ സബ്ലിമേഷൻ എന്ന് പറയും. അതേപോലെ ഗ്യാസിനെ തിരിച്ച് സോളിഡ് ആക്കി കഴിഞ്ഞാൽ സോളിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡെപ്പോസിഷൻ എന്ന് പറയും. സോളിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡെപ്പോസിഷൻ. ഇതൊന്ന് എഴുതിയിട്ടേക്കാം. ഓക്കെ, അടുത്തത് മെൽറ്റിംഗ് ആൻഡ് ഫ്രീസിംഗ് എന്നായിരിക്കും. മെൽറ്റിംഗ് ആൻഡ് ഫ്രീസിംഗ്. ശരിക്കും ഐസ് മെൽറ്റ് ആവുന്നതും വാട്ടർ ഐസ് ആവുന്നതും 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് മെൽറ്റിങ്ങും ഫ്രീസിംഗും സംഭവിക്കുന്ന ഒരേ ഡിഗ്രി സെൽഷ്യസിലാണ്. അത് എപ്പോഴും ആലോചിച്ചോണം. അപ്പൊ എഴുതിക്കോ, ദ ചേഞ്ച് ഫ്രം solid to liquid phase by the absorption of heat at a constant temperature is called melting. സോളിഡിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ. ഇപ്പം ഈ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? നിങ്ങൾ ഒരു പാത്രത്തിനകത്ത് ഒരു 100 ഐസ് ക്യൂബ് എടുക്കുകയാണ്. ഇതിനകത്ത് ഒരു തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്. അപ്പൊ 100 ഐസ് ക്യൂബിന്റെ ടെമ്പറേച്ചർ ചിലപ്പോൾ ഒരു 10 ഡിഗ്രി സെൽഷ്യസ്, -10 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചോ. നിങ്ങൾ താഴെ ഹീറ്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? ഈ തെർമോമീറ്ററിലുള്ള ടെമ്പറേച്ചർ കൂടി വരത്തില്ലേ? അപ്പൊ -10 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് -8 ആവുന്നു, -7, -6, -5, -4, -3, -2, -1, 0 ആവുമ്പോ ഈ ഐസ് പെതുക്കെ ഉരുകാൻ തുടങ്ങും, ഇല്ലേ? അപ്പം അതുവരെ ഈ തെർമോമീറ്റർ ഇങ്ങനെ മൈനസ് ടെമ്പറേച്ചർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ 0 ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര നോക്കിയിട്ടും 0 1 ആകുന്നില്ല. അപ്പൊ നിങ്ങൾ അതെന്താണെന്നറിയാമോ? ഈ 100 ഐസും ഉരുകി വെള്ളമാകാതെ എന്താണ് ഈ 0 1 ഡിഗ്രി സെൽഷ്യസ് ആകത്തില്ല. അപ്പൊ എല്ലാ ഐസും ഉരുകി വെള്ളം ആയി കഴിഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസ് ആവും. 1 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ പിന്നെ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ഒറ്റ കയറ്റം. 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴും എന്താ 100 101 ആവാൻ കുറെ സമയം എടുക്കും. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ വാട്ടർ മോളിക്യൂൾസും വേപ്പർ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ആവാൻ തുടങ്ങാതെ 100 101 കാണിക്കത്തില്ല. അപ്പം ഈ സ്റ്റേറ്റ് ചേഞ്ച് നടക്കുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ്. അതായത് ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത്. ഓക്കെ ആണല്ലോ? അപ്പൊ അതാണ് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ? ഇനി മെൽറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? മെൽറ്റിംഗ് എന്താണ്? ഇത് മെൽറ്റിംഗ് എന്ന് പറയും. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും the constant temperature at which a solid changes to liquid is called melting point. അപ്പൊ ഓർത്തോണം, 0 ഡിഗ്രി സെൽഷ്യസില് ഐസ് എന്തായിട്ട് മാറുന്നു? 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയുള്ള വാട്ടർ ആയിട്ട് മാറുന്നു. വാട്ടർ തിരിച്ചും മറിച്ചും. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഇത് മെൽറ്റിംഗ് ആണ്. തിരിച്ചും അതേപോലെ തന്നെയാണ്. ഇത് ഫ്രീസിംഗ് ആണ്. അതുകൊണ്ടാണ് മുമ്പിലോട്ടും ബാക്കിലോട്ടും ഈ ആരോ കാണിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറും 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഫ്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചറും 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന്, അതായത് ഞാൻ പറഞ്ഞു 100 ഐസ് ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ആ 100 ഐസ് ക്യൂബ് എടുത്തിട്ട് 100ഉം വെള്ളമാവാതെ 0 എന്താവത്തില്ല? 1 ഡിഗ്രി സെൽഷ്യസ് ആവത്തില്ല. അപ്പം 0 ഡിഗ്രി സെൽഷ്യസിൽ അവിടെ ഐസും ഉണ്ട് വാട്ടറും ഉണ്ടെന്നുള്ള കാര്യം ആലോചിച്ചോണം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ആലോചിച്ചോണം. മെൽറ്റിംഗ് പോയിന്റ്, ഒരു ഡോട്ട്, മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. അതായത് എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യും?
സോറി ടെമ്പറേച്ചർ അല്ല, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മെൽറ്റിംഗ് പോയിന്റും കുറയും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒരു ഐസ് ക്യൂബ് അല്ല ഒരു വലിയൊരു ഐസിന്റെ പലകകൾ കിട്ടും. അതായത് ഇപ്പം വലിയ ഇതേപോലുള്ള പലകകൾ. ഓക്കെ, ഈ പലകയില് നിങ്ങൾ ജസ്റ്റ് കയറി ഒന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിന്റെ ഷേപ്പിൽ എന്ത് ചെയ്യും? അതങ്ങ് കുഴിഞ്ഞു പോകും. അപ്പൊ കുഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇതിന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നിങ്ങളുടെ കാല് നിങ്ങൾ ഇതിന് താഴെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഈ കാല് മാറ്റി നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വീണ്ടും നിങ്ങൾ ആ കുഴി വന്ന ഭാഗത്ത് വീണ്ടും എന്ത് ചെയ്യും? വെള്ളം, അതായത് ഈ ഐസ് ആവും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിന് ചുറ്റിനും ഐസ്, അതൊന്നും ഉരുകിയിട്ടില്ല. നിങ്ങൾ ആ ചവിട്ടിയ ഭാഗത്ത് പ്രഷർ കൂടിയത് കൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞു. അല്ല സോറി, മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസസ് ആണ്. സോറി തെറ്റിപ്പോയതാ. മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞത് കൊണ്ടാണ് അവിടെ ഉരുകാൻ തുടങ്ങിയത്. ഓക്കെ, അതും കൂടെ ആലോചിച്ചോണം മെൽറ്റിംഗ് പോയിന്റ്. പിന്നെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ അതും കൂടെ ഒന്ന് ആലോചിച്ച് ചോദിച്ചോ. മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസസ് by the presence of impurities in ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഈ റോഡിലൊക്കെ കംപ്ലീറ്റ്ലി ഐസ് ആവും. അപ്പം അവിടെ അവർ ഐസ് മാറ്റിയാലല്ലേ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആകത്തുള്ളൂ. അപ്പൊ എല്ലാ ദിവസവും രാത്രിയിൽ ഉപ്പ് കൊണ്ടിടും. ഉപ്പ് ഒരു ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് എടുത്തു. അപ്പൊ ഉപ്പ് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 0°C ആയിട്ടുള്ള ഐസ് ആയിരിക്കും അവിടെ കിടക്കുന്നത്. അതിന്റെ മണ്ടയ്ക്കോട്ട് ഉപ്പ് ഇടുമ്പോഴത്തേക്കും അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് -22 ആയിട്ട് കുറയും. അപ്പം രാവിലെ വെയിൽ വരുന്ന സമയത്ത് ആദ്യം റീച്ച് ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാ? 0 ആണോ -22 ആണോ? -22 റീച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? ചൂട് വരുമ്പോഴത്തേക്ക് ആദ്യം റീച്ച് ചെയ്യുന്ന ടെമ്പറേച്ചർ മൈനസാ. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിന്റ് കുറവായതുകൊണ്ട് അത് അങ്ങ് ഉരുകിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? വെയിൽ വരുമ്പോൾ തന്നെ അത് അങ്ങ് ഉരുകി തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ടേഷൻ ഒന്നും എടുത്തൊന്നും കളയേണ്ട ആവശ്യമില്ല. റോഡിലെ ഐസ് എല്ലാം എന്ത് ചെയ്യും? മാറും. അപ്പൊ ഇത് ഒന്ന് ആലോചിച്ച് വെച്ചോണം. ഇത് അതിന്റെ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് കുറയും. മെൽറ്റിംഗ് പോയിന്റ് കുറയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് എന്താ? ഇച്ചിരി ചൂട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുകാൻ തുടങ്ങും. അതായത് 0°C ഒരു ഐസ് ഉരുകുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് ഉരുക്കാൻ പറ്റും -22°C. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചൂടാവുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറവിന്ന് കൂടുതലോട്ടാ വരുന്നത്. അപ്പൊ -22 കഴിഞ്ഞ് ഇങ്ങനെ 0 വരുന്നത്. അപ്പം ആദ്യം ചിലപ്പം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 0 ആവും. അപ്പൊ 0 ആയാലും വെയിൽ വന്നാലും ഐസ് ഉരുകത്തില്ല. പകരം -22 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഉരുകിയിട്ടായിരിക്കും 0 എത്തുന്നത്. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഓർത്തോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ബോയിലിംഗിന്റെയും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ബോയിലിംഗ് ബോയിലിംഗ് പോയിന്റ് എന്ന് എഴുതിയാൽ ബോയിലിംഗ് പോയിന്റ് എന്ന് എഴുതുക. The temperature at which vaporization occurs is called boiling point. അപ്പം നേരത്തെ പോലെ തന്നെ പറയാണ്, 100°C നിങ്ങൾ വാട്ടർ എടുത്തിരിക്കുകയാണ്. ആ വാട്ടർ മോളിക്യൂൾ മൊത്തം വേപ്പർ ആവാൻ തുടങ്ങാതെ 100°C എന്താവത്തില്ല? 101 ആവത്തില്ല. അപ്പൊ 100°C വാട്ടറും കാണും, വേപ്പറും കാണും. ഇത് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബോയിലിംഗ് എന്ന് പറയും. അല്ലെ വേപ്പറൈസേഷൻ എന്ന് പറയാം, ബോയിലിംഗ് എന്ന് പറയാം. ബോയിലിംഗ് എന്ന് പറയാം. ബോയിലിംഗ് തിരിച്ച് കണ്ടൻസേഷൻ. പിന്നെ ഇവിടെയും പ്രഷർ കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയുവാണ് ചെയ്യുന്നത് കേട്ടോ. പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും, പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ്. മറ്റേത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. ആൻഡ് വൈസ് വേഴ്സ. ഈ ഒരു കാരണം കൊണ്ടാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ആൾക്കാർക്ക് നോർമൽ കുക്കിംഗ് പോസിബിൾ അല്ല. പ്രഷർ കുക്കറിനകത്തെ അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്തുകൊണ്ടാണെന്നറിയോ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ താമസിക്കുന്ന മലയുടെ താഴെയാണ്, മലയുടെ മുകളിൽ കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഒരു 18,000 അടി ഹൈറ്റ് ആണ്. ഇവിടത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 atm ആണെന്ന് വിചാരിച്ചു. 1 atm ഇപ്പം നമ്മൾ ബീഫ് ഒക്കെ കുക്ക് ചെയ്യുന്നത് 100°C ആകുമ്പോൾ എന്ത് ചെയ്യും? വെള്ളം തിളച്ച് ബീഫ് കുക്ക് ആവുന്നുണ്ടാവും. എന്നാൽ മലമണ്ടയ്ക്ക് പോയിട്ട് ഈ സെയിം റിയാക്ഷൻ ചെയ്യുവാണെങ്കിൽ, പ്രോസസ് ചെയ്യുവാണെങ്കിൽ ഇവിടത്തെ പ്രഷർ എന്ന് പറയുമ്പോൾ ഒരു 0.2 atm ആണ്.
അപ്പം 1 ATM ൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ് തിളച്ചതെങ്കിൽ 0.2 ATM ആണെങ്കിൽ അവിടെ വെള്ളം തിളയ്ക്കുന്നത് 20 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അപ്പൊ 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേ വെള്ളം തിളയ്ക്കും. അപ്പൊ ബീഫ് എന്ത് ചെയ്യത്തില്ല, ബീഫ് നിങ്ങൾ കുക്ക് ആവും എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബീഫ് കുക്ക് ആവത്തില്ല, നമുക്ക് പിറ്റേ ദിവസം വയറിന് പ്രശ്നം ഉണ്ടാവും. മനസ്സിലായോ? കാരണം 20 ഡിഗ്രി ഇതിവിടെ എന്താണ് പ്രഷർ കുറഞ്ഞു, അപ്പൊ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു, പെട്ടെന്ന് തിളച്ചു. പെട്ടെന്ന് തിളച്ചെന്ന് പറഞ്ഞാൽ അതിനകത്ത് കിടക്കുന്ന സാധനം കുക്കാണോ? ബീഫൊക്കെ കുക്കാണെങ്കിൽ 110 ഡിഗ്രി സെൽഷ്യസിൽ വെട്ടി തിളയ്ക്കണം, എന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്ന ആൾക്കാർ ഓപ്പൺ വെസലിലൊന്നും കുക്ക് ചെയ്യത്തില്ല, പകരം അവർ പ്രഷർ കുക്കർ യൂസ് ചെയ്യും. അപ്പൊ പ്രഷർ അതിനകത്ത് ഭയങ്കര കൂടുതലായതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് കൂടും, അപ്പം നല്ല രീതിയിൽ കുക്കാവും. അതാണ് അതിന്റെ റീസൺ. ഇനി ഇവിടെയും ഉണ്ട്, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കൂടും. നമ്മൾ അതുകൊണ്ടാണ് ഇപ്പം ബീഫ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉപ്പിട്ട് വേവിക്കും. ഉപ്പിട്ട് വേവിക്കുന്ന പറയുമ്പോൾ ഉപ്പിടുന്ന സമയത്ത് 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കേണ്ട സാധനം 110 ഡിഗ്രി സെൽഷ്യസ് ആയാലേ തിളക്കത്തുള്ളൂ. അപ്പൊ കുറച്ചുകൂടെ ഹീറ്റ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. നല്ല രീതിയിൽ ഇപ്പൊ ബീഫൊക്കെ അല്ലെങ്കിൽ വേവ് കൂടുതൽ വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങനെ രീതിയിൽ ഉപ്പിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അതും കൂടെ ഒന്ന് എഴുതി വെച്ചോ. അതായത് ബോയിലിംഗ് പോയിന്റ് increases with addition of impurities. Addition of impurities. ഒരു ടോപ്പിക് കൂടെ ഉള്ളൂ പറയാനായിട്ട്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് സ്പെസിഫിക് ലാറ്റന്റ് ഹീറ്റും അതേപോലെ തന്നെ ലാറ്റന്റ് ഹീറ്റും അതേപോലെ തന്നെ അത് രണ്ട് സ്പെസിഫിക് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും പറയാനുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ടോപ്പിക്ക് നിർത്തിയേക്കാം, ചാപ്റ്റർ തീരും. അതുകൂടെ പറഞ്ഞോളൂ, ഒരു 5 മിനിറ്റ് കൂടി ഇരുന്നാൽ മതി, നിർത്തുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താ ഡെഫിനിഷൻസ് ഒക്കെ അതിനകത്ത്, അല്ലെങ്കിൽ അതിന്റെ ഇതെല്ലാം അതിനകത്ത് നോക്കി പറയണം, നോക്കി പഠിക്കണം. ഞാൻ അത് പഠിപ്പിക്കുകയാണ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു 0 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ 100 ഐസ് ക്യൂബ് എടുക്കുകയാണെങ്കിൽ ആ 0യിൽ നിന്ന് 1 ഡിഗ്രി സെൽഷ്യസ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് കുറെ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഹീറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെയാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനെ 100 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയുള്ള വേപ്പർ ആക്കി മാറ്റാൻ വേണ്ടി അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെയാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് അതിനെ LF എന്നും LV എന്നുമാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ഒരു 100 ഐസ് ക്യൂബ് എടുത്തിട്ട് അതിനെ ഒരു അടുപ്പത്ത് വെച്ച് ചൂടാക്കുകയാണ്. ഒരു തെർമോമീറ്റർ വെച്ചു, ഐസിന്റെ ടെമ്പറേച്ചർ മൈനസ് ആയിരുന്നു, ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ അത് 0 ഡിഗ്രി സെൽഷ്യസ് വന്നു. അപ്പൊ പെട്ടെന്ന് 0 ഡിഗ്രി സെൽഷ്യസ് വരെ വന്നു, പക്ഷെ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 1 ആവുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അത് 1 ആവുന്നില്ല. പക്ഷെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടുന്നില്ല. അപ്പം അത് മനസ്സിലാക്കിക്കോണം, ആ സമയത്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഈ സോളിഡ് സ്റ്റേറ്റിലുള്ള ഐസിന്റെ ഇടയ്ക്കുള്ള മോളിക്യൂൾസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പൊട്ടിച്ചിട്ട് അതിനെ ലിക്വിഡ് ആക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ ഫേസ് ചേഞ്ച് നടക്കുന്ന ആ ഒരു സമയത്ത് സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുന്ന സമയത്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിനെയാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്താണ്, മൊത്തം 100 ഐസ് ക്യൂബ് ഉരുകി വെള്ളമായി. അപ്പൊ ഇനി വേണ്ടുന്ന 1 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് അത് പെട്ടെന്ന് 100 ഡിഗ്രി സെൽഷ്യസിലോട്ട് വന്നു. അവിടെ വരുമ്പോഴും തെർമോമീറ്റർ ഇങ്ങനെ അനങ്ങാതെ നിൽക്കും കുറെ നേരം. അപ്പൊ മനസ്സിലായിക്കോണം, അതിനകത്തുള്ള മൊത്തം വാട്ടർ മോളിക്യൂളും വേപ്പർ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ആവാതെ 101 ആവത്തില്ല. പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് മാറുന്നില്ല. അതിനർത്ഥം എന്തോ, അത്രയും നേരം അബ്സോർബ് ചെയ്ത ഹീറ്റ് എന്തിനു വേണ്ടി ഉപയോഗിച്ചു, അതിന്റെ ആ ലിക്വിഡ് മോളിക്യൂളിന്റെ ഇടയ്ക്ക് ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പൊട്ടിച്ചിട്ട് അതിനെ വേപ്പർ സ്റ്റേറ്റിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ കുറെ പണിയുണ്ട്. അപ്പൊ അതിനു വേണ്ടി ആ ഹീറ്റ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ രണ്ട് ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെയാണ് അതായത് സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകുമ്പോൾ അത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നും, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആകുമ്പോൾ അതിനെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്നും ആയിരിക്കും പറയാം. ഇത് ഓർത്ത് വെച്ചോണം. ലാറ്റന്റ് ഹീറ്റിന്റെ ഇക്വേഷൻ L = Q/m ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ ജൂൾ പെർ കിലോഗ്രാം ആണ്. പിന്നെ അതർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ കാലോറി പെർ ഗ്രാം എന്ന് എടുക്കാം, കാലോറി പെർ കിലോഗ്രാം എന്നും എടുക്കാം, അല്ലെങ്കിൽ കിലോ കാലോറി പെർ കിലോഗ്രാം എന്നും എടുക്കാം. ഇങ്ങനെ രീതി. ഇനി അതിന്റെ കൺവേർഷൻ കൂടെ ഒന്ന് പഠിച്ചോണം. ഒരു കാലോറി പെർ ഗ്രാം എന്ന് പറയുന്നത് 4.2 ജൂൾ പെർ ഗ്രാം ആണ്. അതേപോലെ തന്നെ ഒരു കാലോറി പെർ ഗ്രാം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 4.2 × 10⁻² ജൂൾ പെർ കിലോഗ്രാം എന്ന് വേണമെങ്കിൽ നോക്കാം. ഓക്കെ.
ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ഇത്ര ഓർത്ത് വെച്ചോണം. പിന്നെ ഇതേപോലെ തന്നെ ഈ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷന്റെ കോൺസിക്വൻസസ് ഉണ്ട്. അതെന്താ? സ്നോ ഓൺ മൗണ്ടൻ ഡസ് നോട്ട് മെൽറ്റ് ഓൾ അറ്റ് വൺസ്. പെട്ടെന്ന് നമുക്കറിയാം എല്ലാ ഐസും ഉരുകി പെട്ടെന്ന്, അങ്ങനെയാണെങ്കിൽ അന്റാർട്ടിക്കയിലെ ഐസ് മലകളെല്ലാം ഉരുകി ഇപ്പൊ കടലിലെ വെള്ളമൊക്കെ പൊങ്ങി കൊച്ചിയും അതേപോലെ ട്രിവാൻഡ്രവും അങ്ങനെയുള്ള സ്ഥലങ്ങൾ മേ ബി ഇവിടെ നിന്നൊരു 20 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കടലാകും. ആ രീതിയിൽ കടൽ കയറും. മനസ്സിലായോ? അപ്പം പെതുക്കെ ഉരുകത്തുള്ളൂ. അത് ഈ കാരണം ഈ ലാറ്റന്റ് ഹീറ്റ് ഓഫ് എന്താണ് ഫ്യൂഷൻ കൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ പോണ്ടിലെയും അതേപോലെ തന്നെ റിവറിലെയും വെള്ളം മുകളിൽ മാത്രമേ കട്ടയാകത്തുള്ളൂ, താഴോട്ട് എന്ത് ചെയ്യത്തില്ല, കട്ടയാകത്തില്ല. അതും ഈ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞ അതിന്റെ കോൺസിക്വൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഡ്രിങ്ക്സ് ഗെറ്റ് കൂൾഡ് മോർ ക്വിക്ലി ബൈ ആഡിങ് പീസ് ഓഫ് ഐസ് ദാൻ ഐസ് കോൾഡ് വാട്ടർ. അതായത് 0°C ഉള്ള ഐസ് വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് തണുക്കും 0°C ഐസ്. ഞാൻ പറഞ്ഞല്ലോ 0°C ഐസും ഉണ്ട്, എന്താണ്, വാട്ടറും ഉണ്ട്, ഇല്ലേ? അപ്പം അത് ഓർത്ത് വെച്ചോണം. പിന്നെ അതേപോലെ തന്നെ ഐസ് ഇൻ ദ ഫ്രോസൺ ലേക്ക് സ്റ്റാർട്ട് മെൽറ്റിംഗ് ഇറ്റ് സറൗണ്ടിങ് ബിക്കം വെരി കോൾഡ്. അതായത് നമുക്കറിയാം മഞ്ഞ് മലകളിൽ ഐസ് ഉരുകാൻ തുടങ്ങുമ്പോൾ അതിന്റെ സറൗണ്ടിങ് ഫുൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഫുള്ള് തണുപ്പ്. കാരണം നമ്മുടെ അവിടെയുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഉരുകാൻ തുടങ്ങുന്നത്. അതായത് സറൗണ്ടിങ്ങിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് അത് ഉരുകാൻ തുടങ്ങുന്നത്. അതാണ് അതിന്റെ കാരണം. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഇറ്റ് ഈസ് ജനറൽ മോർ കോൾഡ് ആഫ്റ്റർ ഹെയിൽ സ്റ്റോം ദാൻ ഡ്യൂറിങ് ഓർ ബിഫോർ ദ ഹെയിൽ സ്റ്റോം. അതായത് മഴ പെയ്ത് കഴിഞ്ഞിട്ട് കുറെ നേരം ഭയങ്കര തണുപ്പായിരിക്കും. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ അത് ഫുൾ എന്ത് ചെയ്യും, ഇത് വലിച്ചെടുക്കും. മനസ്സിലായോ? അതായത് ഹിൽ സ്റ്റോം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നതല്ല, മഞ്ഞുരുക എന്നാ പറഞ്ഞത്. മഞ്ഞുരുക എന്നാ പറഞ്ഞത്. മഞ്ഞ് പെയ്യാന്ന് പറയത്തില്ലേ. അപ്പൊ അത് എന്താണ് അവിടെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആ മഞ്ഞുരുകുന്നത് എന്തുകൊണ്ടാണ്? മഞ്ഞുരുകുന്നത് സറൗണ്ടിങ്ങിലുള്ള ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്തിട്ടാണ്. അപ്പൊ സറൗണ്ടിങ്ങിലുള്ള ടെമ്പറേച്ചറിലാണ് നമ്മൾ, അല്ലെങ്കിൽ സറൗണ്ടിങ്ങിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ടെമ്പറേച്ചർ കുറയുമ്പോൾ നമുക്ക് തണുക്കും. ഇത്രയുമാണ് അതിനകത്ത് പറയാനുള്ളത്. വേറെ കാര്യങ്ങളില്ല. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയുള്ള ചാപ്റ്റർ.